ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു സാലം ലേണിംഗ്. ഇറ്റ്സ് മീ മുഹമ്മദ് ഷഫീഖ് പി കെ. മക്കളെ, നിങ്ങളുടെ നാളത്തെ എക്സാമിന് ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ള മോഡൽ ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു ചോദ്യങ്ങൾ നിങ്ങൾ ചെയ്ത് പഠിക്കുമ്പോൾ, ഈ ഒരു ചോദ്യങ്ങൾ സാറ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കത് ഞാൻ ചെയ്യുന്നതിന് മുന്നേ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് എന്നാണ് നിങ്ങളുടെ അഭിപ്രായമെങ്കിൽ തീർച്ചയായിട്ടും മക്കളെ, നിങ്ങൾ ഒരു പേടിയും പേടിക്കേണ്ട. നാളത്തെ എക്സാമിന് നിങ്ങൾക്ക് ഹൈ മാർക്ക് തന്നെ സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. സോ ഈ ഒരു ക്വസ്റ്റ്യൻസിലേക്ക് നമുക്ക് പെട്ടെന്ന് തന്നെ കടക്കാം മക്കളെ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് മക്കളെ. ഒന്നാമത്തെ ചോദ്യമായിട്ട് സാർ കൊടുക്കുന്നത് വിച്ച് എമംഗ് ദ ഫോളോയിങ് സബ്ഷെൽ ഹാവ് ഹയസ്റ്റ് എനർജി ലെവൽ എന്നുള്ളതാണ്. സബ്ഷെല്ലിന്റെ ഭാഗത്ത് നിന്നുള്ള ചോദ്യം 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻസിൽ നിർബന്ധമായിട്ടും നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അതൊരു പക്ഷേ ചൂസ് ഇൻകറക്റ്റ് വൺ എന്നോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള ചോദ്യങ്ങളായിരിക്കാം. എനിവേ, ഇതിന്റെ ആൻസർ എന്താ? ഇതിൽ ഹൈലി എനർജി ആയിട്ടുള്ളത് ആർക്കാണ്? 3D ക്കാണ് എന്ന് നമുക്കറിയാം മക്കളെ. ഓക്കെ അല്ലടാ? സിങ്കിന്റെ ഓർ കലാമിൻ ആണെങ്കിൽ അലൂമിനിയത്തിന്റെ ഓർ എന്താന്ന് ചോദിച്ചിട്ടുണ്ട്. ഓറിന്റെ ടേബിൾ നിങ്ങൾ പഠിക്കാതെ പോകരുത്. ഓറിന്റെ ടേബിളിൽ നിന്നും നിർബന്ധമായിട്ടും ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഒരു ചോദ്യത്തിന് ഉത്തരമായിട്ട് എന്ത് എഴുതാനായിട്ട് പറ്റും? ബോക്സൈറ്റ് എന്ന് എഴുതാനായിട്ട് പറ്റും മക്കളെ. ഇതിന്റെ മലയാളം ഇവിടെ ഉണ്ട് കേട്ടോ. ഓക്കെ, അടുത്ത എന്താണ്? സ്ഥിരമർദ്ദത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു വാതകത്തിന്റെ വ്യാപ്തവും താപനിലയും, നോട്ട് ദ പോയിന്റ്, വ്യാപ്തവും താപനിലയും തമ്മിലുള്ള ബന്ധം കാണിക്കുന്ന വാതക നിയമം ഏതാ? അതായത് വോളിയവും ടെമ്പറേച്ചറും അല്ലെ മക്കളെ, വോളിയവും ടെമ്പറേച്ചറും തമ്മിലുള്ള റിലേഷൻ കാണിക്കുന്ന ആ ഒരു പിന്നെ നിയമം ഏതാ എന്നാണ് ചോദിച്ചത്. അത് നമുക്കറിയാം, മറ്റൊന്നുമല്ല, എന്താണ്? നൺ അതർ ദാൻ എന്താണ്? ചാൾസ് ലോയാണ് അല്ലെ, ചാൾസ് നിയമമാണ് എന്ന് നമുക്കറിയാം മക്കളെ. യെസ്, ഇനി എന്താണ് അടുത്തത്? ദ ഫങ്ഷണൽ ഗ്രൂപ്പ് ഓഫ് കാർബോക്സിലിക് ആസിഡ്. അതെ, ഫങ്ഷണൽ ഗ്രൂപ്പിൽ നിന്നും ഫങ്ഷണൽ ഗ്രൂപ്പിനെ ഐഡന്റിഫൈ ചെയ്യാനായിട്ടുള്ള ചോദ്യങ്ങൾ നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ ചോദിച്ചിട്ടുള്ളത് കാർബോക്സിലിക് ആസിഡ് ഗ്രൂപ്പ് ഏതാണെന്നാണ്. ഈ കാണുന്നതാണ് കാർബോക്സിലിക് ആസിഡ് മക്കളെ. ഇത് ആൽക്കഹോളിന്റെ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പാണ്. ഇത് ഈതറിന്റെ ആൽക്കോക്സി ഗ്രൂപ്പാണ്. ഇത് എസ്റ്റർ ഗ്രൂപ്പാണ്. ഒന്നുകൂടി സാർ ഓർമ്മപ്പെടുത്തട്ടെ മക്കളെ, മറ്റൊന്നുമല്ല, ഈ കാർബോക്സിലിക് ആസിഡിന്റെ COOH തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് തരുന്നത് ഈ ഒരു രൂപത്തിലായിരിക്കാം. അപ്പോഴും നിങ്ങൾക്ക് എഴുതാനായിട്ട് സാധിക്കണം. ഇത് അതിന്റെ സ്ട്രക്ചർ ആണ്. ഇതുപോലെ തന്നെ മക്കൾ കേൾക്കുക, എസ്റ്റർ COO എന്നാണ് എസ്റ്ററിന്റെ ഗ്രൂപ്പ്. എന്നാൽ ആ എസ്റ്ററിനെ തന്നെ മക്കൾക്ക് C+O ഈ രൂപത്തിൽ കണ്ടാലും മക്കൾ അത് എസ്റ്റർ ആണെന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കണം. ഓക്കെ, റെഡി ആണല്ലോ മക്കളെ? സോ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. നെയിം ദ ബൈ പ്രൊഡക്റ്റ് ഇൻ ദ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഓഫ് സോപ്പ്. സോപ്പിന്റെ നിർമ്മാണത്തിൽ, വ്യാവസായികമായി സോപ്പിന്റെ നിർമ്മാണത്തിൽ ഉപോൽപ്പന്നം എന്താണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത് മക്കളെ. എന്തായിരുന്നു ആ ഉപോൽപ്പന്നം എന്ന് പറഞ്ഞാൽ? യെസ്, ഗ്ലിസറോൾ ആയിരുന്നു അല്ലേ മക്കളെ? ഗ്ലിസറോൾ ആയിരുന്നു. ഗ്ലിസറോൾ. സോപ്പിന്റെ ഉപോൽപ്പന്നം എന്താണെന്ന് ചോദിച്ചാൽ ഗ്ലിസറോൾ ആണ്. സോപ്പിന്റെ നിർമ്മാണത്തിൽ നിന്നുള്ള ചോദ്യത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടുവന്നിട്ടുള്ള ചോദ്യം ഏതാണ്? ഈ പറയുന്ന ചോദ്യമാണ്. ഓക്കെ, ഇനി മക്കളെ അടുത്തതായിട്ട് നമുക്ക് പോകാൻ പറ്റുന്നത് ഒരു 6ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. പിക്ക് ഔട്ട് ദ പ്രോപ്പർട്ടീസ് ഓഫ് എഫ് ബ്ലോക്ക് എലമെന്റ്സ്. അപ്പോ ഈ പറയുന്ന എസ് ബ്ലോക്ക്, പി ബ്ലോക്ക്, ഡി ബ്ലോക്ക്, എഫ് ബ്ലോക്ക്, ഇങ്ങനെ 4 ബ്ലോക്കുകളുടെ ക്യാരക്ടറിസ്റ്റിക്സ്, പ്രത്യേകതകളിൽ നിന്നും ഏതെങ്കിലും ഒരു ബ്ലോക്കിന്റെ പ്രത്യേകതയിൽ നിന്നും നിങ്ങൾ ചോദ്യം പ്രതീക്ഷിക്കണം. ഏതാണത്? ഇപ്പൊ ഈ ഒരു ചോദ്യത്തിന് ആൻസർ എന്താ? മോസ്റ്റ് ഓഫ് ദം ഷോ ഡിഫറെന്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്സ്. ഓക്കെ, ഹൈ അയണൈസേഷൻ എനർജി, യൂസ് ആസ് ഫ്യൂവൽസ് ഇൻ ന്യൂക്ലിയർ റിയാക്ടർ, നോൺ മെറ്റൽസ്. ഇതിൽ ഏറ്റവും കൂടുതൽ നമുക്ക് എഫ് ബ്ലോക്കിന്റെ പ്രോപ്പർട്ടി ആയിട്ട് നമുക്ക് ഇതിന് എടുക്കാൻ പറ്റുക ഏതാണടാ? യൂസ് ആസ് എന്താണ്? ന്യൂക്ലിയർ റിയാക്ടർ. ന്യൂക്ലിയർ റിയാക്ടറിൽ ഫ്യൂൽ ആയിട്ട്, അതായത് ന്യൂക്ലിയർ റിയാക്ടറുകളിൽ ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നു എന്ന് നമുക്ക് എഫ് ബ്ലോക്കിന്റെ പ്രത്യേകതയായിട്ട് ഇതിൽ നിന്ന് നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും. സോ മക്കളെ, അത് മാത്രമാണോ? അല്ല, നോൺ മെറ്റൽസ് എന്നുള്ളത് പറ്റൂല. എഫ് ബ്ലോക്ക് എലമെന്റ്സ് ഒക്കെ ലോഹങ്ങളാണ്, മെറ്റൽസ് ആണ്. പിന്നെ ഇത് നിങ്ങൾക്ക് എഴുതാനായിട്ട് സാധിക്കും. ഏതാണടാ? മോസ്റ്റ് ഓഫ് ദം ഷോ ഡിഫറെന്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്. മിക്കവയും വ്യത്യസ്ത ഓക്സീകരണാവസ്ഥ കാണിക്കുന്നു. പല കുട്ടികൾക്കും അറിയാം ഡി ബ്ലോക്ക് മൂലകങ്ങൾ വ്യത്യസ്ത ഓക്സീകരണാവസ്ഥ കാണിക്കുന്നുണ്ട്, ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നുണ്ട്. പക്ഷേ പല കുട്ടികളും നോക്കാതെ പോകുന്ന ഒന്നാണ് എഫ് ബ്ലോക്ക് എലമെന്റ്സും ഡിഫറെന്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കും എന്നുള്ളത്. പിന്നെ ഉയർന്ന അയോണീകരണ ഊർജ്ജം എന്നുള്ളത് തെറ്റാണ്. കാരണം അയണൈസേഷൻ എനർജി നോൺ മെറ്റൽസിനാണ് ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്നത്. സോ ഈ കൂട്ടത്തിലുള്ള 2 എണ്ണം സെലക്ട് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കണം. അടുത്തതായിട്ടുള്ള ചോദ്യം കണ്ടോ നോക്കണേ മക്കളെ. ഇത് എവിടെ നിന്നും വന്ന ചോദ്യമാണ് എന്ന് നിങ്ങൾക്കറിയാം. ഇക്വേഷൻ റിലേറ്റഡ് വിത്ത് ഓർസ് ഓഫ് സിങ്ക് ആർ ഗിവൺ ബിലോ. സിങ്കിന്റെ ഓറിനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള 2 ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട്. ഒന്ന് കലാമിൻ ZnCO3 എന്തായി മാറുന്നുണ്ട്? ചൂടാക്കുമ്പോൾ, ഹീറ്റ് താപം നൽകുമ്പോൾ ZnO അതിന്റെ ഓക്സൈഡ് ആയിട്ട് മാറുന്നുണ്ട്. ഓക്കെ, ഇനി മറ്റൊന്നെന്താ? ZnS സിങ്ക് ബ്ലെൻഡ് ആണ്. അത് ഓക്സിജനുമായിട്ട് ചേരുക എന്ന് പറയുമ്പോൾ നിങ്ങൾ പേടിക്കേണ്ട, എയറിന്റെ പ്രസൻസിൽ എന്നാണ് അതിന്റെ അർത്ഥം. ഓക്കെ, വായുവിന്റെ സാന്നിധ്യത്തിൽ എന്നാണ് അതിന്റെ അർത്ഥം. ഓക്കെ, ഹീറ്റ് ചൂടാക്കുമ്പോൾ ഓക്സൈഡ് ആയിട്ട് മാറുന്നു മക്കളെ. ഇതില് നിങ്ങളോട് ചോദിക്കുകയാണ്,
ഏത് ഇക്വേഷൻ ആണ് ഇതിൽ റോസ്റ്റിങ്ങിനെ കാണിക്കുന്നത് മക്കളെ? റോസ്റ്റിംഗ് കാണിക്കുന്ന ഇക്വേഷൻ ഏതാണ്? അതെ, ഇതിന്റെ പ്രസൻസിലാണ്, എയറിന്റെ പ്രസൻസിലാണ് റോസ്റ്റിംഗ് നടക്കുന്നത്. അപ്പോൾ ഇതിൽ രണ്ടാമത്തെ ഇക്വേഷൻ ആണ് റോസ്റ്റിംഗ് കാണിക്കുന്നത്. ഇനി മക്കളെ ഇവിടെ നിന്നും ഓർത്തു വെച്ചോ, കാൽസിനേഷനും റോസ്റ്റിംഗും നിങ്ങളുടെ ചോദ്യ പേപ്പറിൽ നിങ്ങൾക്ക് കാണാം. അതൊരു പക്ഷേ ഡയറക്റ്റ് ആയിട്ട് ചോദിക്കുന്ന ചോദ്യമായിട്ടായിരിക്കാം, അതല്ലെങ്കിൽ ഇതുപോലുള്ള ഇൻഡയറക്റ്റ് ചോദ്യമായിട്ടുമായിരിക്കാം. മക്കളെ ആ ടേബിളിൽ നിങ്ങൾ കണ്ടിട്ടുള്ള കാര്യമാണ് എന്താണടാ, ഈ പറയുന്ന കാർബണേറ്റുകൾ അഥവാ CO3 ഉള്ള അതേപോലെ OH ഉള്ള ഓറുകളൊക്കെ എന്തായിരിക്കും? കാൽസിനേഷൻ ആയിരിക്കും. എന്നാൽ സൾഫർ ഉള്ള ഓറുകളൊക്കെ പൊതുവെ എന്തായിരിക്കും? റോസ്റ്റിംഗ് ആയിരിക്കും. അതേപോലെ തന്നെ ഹെമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ്, ഇതിനൊക്കെ നമ്മൾ എന്താ ഉപയോഗിക്കുന്നത്? റോസ്റ്റിംഗ് ആണ് ഉപയോഗിക്കുന്നത്. ഈ ഒരു ഇക്വേഷനിൽ നിന്നും ഞാൻ റോസ്റ്റിംഗ് ഐഡന്റിഫൈ ചെയ്തത് എങ്ങനെയാണ് നമുക്ക് മനസ്സിലായല്ലോ. ഇവിടെ O2 ഉണ്ട്, അതായത് വായുവിന്റെ സാന്നിധ്യത്തിലാണ്, എയറിന്റെ പ്രസൻസിലാണ്, അതുകൊണ്ട് ഇത് റോസ്റ്റിംഗ് ആണ്. ഹൗ ഡസ് ദ റോസ്റ്റിംഗ് ഡിഫർ ഫ്രം കാൽസിനേഷൻ? നോക്ക്, എങ്ങനെയാണ് കാൽസിനേഷനും റോസ്റ്റിംഗും തമ്മിൽ വ്യത്യാസപ്പെട്ടിരിക്കുന്നത്? കാൽസിനേഷൻ എന്ന് വെച്ചാൽ ഹീറ്റിംഗ് ഇൻ ദ ആബ്സെൻസ് ഓഫ് എയർ, റോസ്റ്റിംഗ് എന്ന് വെച്ചാൽ ഹീറ്റിംഗ് ഇൻ ദ പ്രസൻസ് ഓഫ് എയർ. വായുവിന്റെ സാന്നിധ്യത്തിൽ ചൂടാക്കുന്നതിനെ റോസ്റ്റിംഗ് എന്നും വായുവിന്റെ അസാന്നിധ്യത്തിൽ ചൂടാക്കുന്നതിനെ കാൽസിനേഷൻ എന്നും പറയുന്നു. സെറ്റ് അല്ലേ മക്കളെ? പവർ അല്ലേ മക്കളെ? ഓർത്തു വെക്കുക. ഇനി എന്താണ് അടുത്തത്? ഫൈൻഡ് ദ മോളിക്കുലാർ മാസ് ഓഫ് അമോണിയ. അമോണിയയുടെ മോളിക്കുലാർ മാസ് നിങ്ങളോട് കാണാനായിട്ട് ചോദിക്കുന്നുണ്ട്. എന്താണ് അതിനോടൊപ്പം ചോദിക്കുന്നത്? നോക്കി, തന്നിട്ടുള്ളത് അറ്റോമിക് മാസ് ഓഫ് നൈട്രജൻ തന്നിട്ടുണ്ട് 14, ഹൈഡ്രജൻ തന്നിട്ടുണ്ട് 1. കാണാം നമുക്ക്. അമോണിയ എന്ന് പറയുമ്പോൾ NH3 ആണ്. അതിൽ നൈട്രജന്റെ മാസ് എന്താ? 14 ആണ്. പ്ലസ് ഹൈഡ്രജന്റെ മാസ്, ഒരു ഹൈഡ്രജൻ 1 ആണെങ്കിൽ 3 ഹൈഡ്രജൻ 3 ആണ്. അങ്ങനെയാണെങ്കിൽ കൂട്ടി നോക്കിയാൽ 17 എന്ന് കിട്ടും. അപ്പോൾ മോളിക്കുലാർ മാസ് നമുക്ക് കിട്ടി എത്രയാടാ? 17U അല്ലെങ്കിൽ 17 എന്ന് എഴുതി വെച്ചാൽ മതി. ഇനി 1 GMM അമോണിയയിൽ അടങ്ങിയിരിക്കുന്ന തന്മാത്രകളുടെ എണ്ണം കണ്ടുപിടിക്കുക. മോൾ കൺസെപ്റ്റിൽ നിന്ന് നിങ്ങൾക്ക് നിരന്തരം ചോദിക്കുന്ന ചോദ്യങ്ങളിൽ ഒന്നാണ് എത്ര ഒരു GMM-ല്, ഒരു മോളില് എത്ര എണ്ണം തന്മാത്രകളുണ്ട് എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ചോദ്യം. മക്കളെ നിങ്ങൾക്കറിയാം. ഇനി ഇവിടെ സാർ ഒരു എക്സ്ട്രാ ക്വസ്റ്റ്യൻ കൂടി പറയാം. നിങ്ങളോട് ചോദിക്കുകയാണ് 1 GMM അമോണിയ എത്ര മാസാണെന്ന് ചോദിച്ചാൽ, മക്കളെ എന്താണോ മോളിക്കുലാർ മാസ്, നമ്മൾ കണ്ടുപിടിച്ച മോളിക്കുലാർ മാസ് എന്താണോ അതിനെ ഗ്രാം ഇട്ട് കൊടുത്താൽ അതിന്റെ 1 GMM നമുക്ക് കിട്ടും എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. മക്കളെ ഒരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കുക. 1 GMM എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? അതെ, നമ്മൾ പഠിച്ചതാണ് 1 മോൾ ആണ്. 1 മോൾ എന്ന് പറയുമ്പോൾ അത് എത്ര എണ്ണമാണ്? 6.022 × 10⁻23 എണ്ണമാണ്. അപ്പോൾ ഇതാണ് ഇതിന്റെ ഉത്തരം. ഒരു മോളിൽ അടങ്ങിയിരിക്കുന്നത് അവഗേഡ്രോ നമ്പർ ആണ് അറിയുന്ന കുട്ടി. ഒരു GMM-ഉം ഒരു മോളും ഈക്വൽ ആണെന്ന് അറിയുന്ന കുട്ടിക്കും ഇതിന് ആൻസർ ചെയ്യാനായിട്ട് സാധിക്കും. എന്താണ് ഇതിന്റെ ആൻസർ? 6.022 × 10⁻23 എന്ന് എഴുതി വെച്ചാൽ. അതല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് എഴുതാം? ഓർ 1 Na എന്ന് എഴുതിയാലും ഇതിനുത്തരമായി. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് കടക്കണം മക്കളെ. അപ്പൊ മോൾ കൺസെപ്റ്റിൽ നിന്നുള്ള ആ ചോദ്യങ്ങൾ നിങ്ങൾ വിട്ടുപോകരുത് മക്കളെ. ഓക്കെ, റെഡി? ഇതേ ചോദ്യങ്ങൾ കാണാതെ പഠിക്കണം എന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷെ ഞാൻ പറയുന്ന വാക്കുകളിലേക്ക് നിങ്ങൾ ശ്രദ്ധിക്കുക. കാര്യമുണ്ടായിരിക്കും നിങ്ങൾക്ക് നാളെ. ഓക്കെ, ഇനി നോക്കിക്കണേ. ടേക്ക് സം കോപ്പർ സൾഫേറ്റ്. കുറച്ച് കോപ്പർ സൾഫേറ്റ് വാച്ച് ഗ്ലാസ്സിൽ എടുത്തു. എന്നിട്ട് ഫ്യൂ ഡ്രോപ്സ് ഓഫ് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ്, അതിലേക്ക് കുറച്ച് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് ഒഴിച്ചു. ഒരു വാച്ച് ഗ്ലാസ്സിൽ കുറച്ച് കോപ്പർ സൾഫേറ്റ് എടുത്ത ശേഷം അതിലേക്ക് 1-2 തുള്ളി ഗാഢ സൾഫ്യൂരിക് ആസിഡ് ഒഴിച്ചു. നിരീക്ഷണ ഫലം എന്താണ്? ഒബ്സർവേഷൻ എന്താണ് എന്നാണ് നിങ്ങളോട് ചോദിച്ചിട്ടുള്ളത്. മക്കളെ പഠിച്ചോ. എടാ, സൾഫ്യൂരിക് ആസിഡ് ഒഴിച്ചാൽ നിങ്ങളോട് പ്രത്യേകിച്ച് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ച് വെക്കുക. സൾഫ്യൂരിക് ആസിഡ് ഒരു വസ്തുവിലേക്ക് ഒഴിച്ചാൽ ആ സാധനം അതിന്റെ നാച്ചർ മാറും. ഒന്നുകിൽ അത് കരിഞ്ഞു പോകും, അതല്ലെങ്കിൽ അതിന്റെ നിറം മാറും. ഇതൊക്കെ സൾഫ്യൂരിക് ആസിഡിന്റെ ഏത് സ്വഭാവമാണ്? നിർജ്ജലീകരണ ഗുണം, ഡീഹൈഡ്രേറ്റിംഗ് നാച്ചർ. ഓർത്തു വെക്കട. പഞ്ചസാരയിലേക്ക് സൾഫ്യൂരിക് ആസിഡ് ഒഴിക്കുമ്പോൾ അത് കരിഞ്ഞു പോകുന്നു. അതേപോലെ ഒരു തുണിയിലേക്ക്, ഒരു കോട്ടണിലേക്ക് സൾഫ്യൂരിക് ആസിഡ് ഒഴിക്കുമ്പോൾ അത് കറുത്തു പോകുന്നു, അല്ലെങ്കിൽ കരിഞ്ഞു പോകുന്നു. ഓക്കെ, അതേപോലെ കോപ്പർ സൾഫേറ്റ്, ഇവിടത്തെ ചോദ്യം അതാണ്. കോപ്പർ സൾഫേറ്റ് എന്ന് പറയുന്നത് ബ്ലൂ കളറാണ് മക്കളെ, നീല നിറമാണ് മക്കളെ. ഇതിലേക്ക് നമ്മൾ കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് ഒഴിച്ചാൽ, കോൺസെൻട്രേറ്റഡ് H2SO4 ഒഴിച്ചാൽ ആ ബ്ലൂ കളർ എന്താവുന്നു? അവിടുന്ന് മാറുന്നു. അതായത് അതിന്റെ കളർ എന്ത് ചെയ്യുന്നു? കളർ ഡിസപ്പിയർ, അതായത് അതിന്റെ നിറം മാറുന്നു എന്ന് നിങ്ങൾ എഴുതി വെച്ചാൽ അതിന്റെ ഒബ്സർവേഷൻ, നിരീക്ഷണ ഫലമായി കഴിഞ്ഞു. ഇനി ഏത് ഗുണമാണ്? വിച്ച് പ്രോപ്പർട്ടി ഓഫ് സൾഫ്യൂരിക് ആസിഡ് ഈസ് ഷോൺ ഹിയർ. സൾഫ്യൂരിക് ആസിഡിന്റെ ഏത് ഗുണമാണ്? അതെന്താ? ഡീഹൈഡ്രേഷൻ. മലയാളത്തിലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്തും? നിർജ്ജലീകരണം.
നിർജ്ജലീകരണം. യെസ് പവറേഷ്. നോക്ക് അടുത്തത് എന്താണ്? യെസ് മക്കളെ, ഇത് ഈ ഒരു ചോദ്യം നിങ്ങൾക്ക് ഒരുപക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കാതെ പോയ ഒരു ചോദ്യമായിരിക്കാം. ഇത് നിങ്ങൾക്ക് ഇവിടെ ഉപകാരപ്പെടും മക്കളെ. ഈ ഒരു കോമ്പൗണ്ട് തന്നിട്ടുണ്ട്, CH3COOCH2CH3 എന്ന് തന്നിട്ടുണ്ട്. ഇതൊരു എസ്റ്റർ ആണെന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇല്ലെങ്കിൽ നമ്മൾ പഠിക്കണം ഇത് എസ്റ്റർ ആണ്, COO കണ്ടാൽ. ഓക്കെ റെഡി. ചോദിക്കാണ് ആ കോമ്പൗണ്ട് എന്നിട്ടുള്ളത്. സെലക്ട് ദ കെമിക്കൽ ഫോർമുല ഓഫ് കെമിക്കൽസ് യൂസ്ഡ് ഫോർ ദ പ്രിപ്പറേഷൻ ഓഫ് ദിസ് എസ്റ്റർ. അടിപൊളി ചോദ്യമാണിത്. അടിപൊളി. ഏതാ ചുവടെ നൽകിയിരിക്കുന്നതിൽ നിന്ന് ഈ എസ്റ്ററിന്റെ നിർമ്മാണത്തിന് വേണ്ടി ഉപയോഗിച്ച രാസവസ്തുക്കളെ ഇവിടെ തന്മാത്ര വാക്യങ്ങൾ തിരഞ്ഞെടുക്കുക. മക്കളെ ചുവടെ തന്നിട്ടുണ്ട്. ഇനി തന്നില്ലെങ്കിൽ എങ്ങനെ എഴുതാന്ന് സാറ് പറഞ്ഞുതരാം. ശ്രദ്ധിച്ചോ. എളുപ്പ വഴി സാറ് പറഞ്ഞുതരാം. നോക്കടാ, ഒരു എസ്റ്റർ എപ്പോഴാണ് ഉണ്ടാവുക എന്നുള്ള ബോധം ആദ്യം ഉണ്ടായിരിക്കുക മക്കളെ. ഒരു കാർബോക്സിലിക് ആസിഡും നോക്കടാ, ഒരു കാർബോക്സിലിക് ആസിഡും അതേപോലെ തന്നെ ഒരു ആൽക്കഹോളും ചേർന്നാലാണ് എന്തുണ്ടാവുക? എസ്റ്റർ ഉണ്ടാവുക. ഓക്കെ, കാർബോക്സിലിക് ആസിഡ് പറഞ്ഞാൽ COOH അല്ലേ, ആൽക്കഹോൾ എന്ന് പറഞ്ഞാൽ OH അല്ലേ. OH-നെ സാർ തിരിച്ചിടുന്നു. ശരിക്കും എസ്റ്റർ ഉണ്ടാവുന്നത് ഈ OH-ഉം ഈ H-ഉം കൂടി, ആസിഡിൽ നിന്ന് OH-ഉം അതേപോലെ തന്നെ ആൽക്കഹോളിൽ നിന്ന് H-ഉം റിമൂവ് ആയിട്ട് വാട്ടർ പുറത്തേക്ക് പോകും. വാട്ടർ പുറത്തേക്ക് പോയിട്ട് ബാക്കിയുള്ള CO അപ്പുറത്തെ O, ഇതാണ് എസ്റ്റർ ഉണ്ടാവുന്നത്. ഓക്കെ, ഇനി ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. എസ്റ്ററിന്റെ ആദ്യത്തെ ഭാഗം ഏത്? ഇതൊന്ന് ഓർത്ത് വെക്കണം കേട്ടോ. എസ്റ്ററിന്റെ ഈ ആദ്യത്തെ ഭാഗം ആസിഡിന്റെ ഭാഗമായിരിക്കും. ഓക്കെ, എസ്റ്ററിന്റെ ഈ ഭാഗം ആരുടെ ഭാഗമായിരിക്കും? ആൽക്കഹോളിന്റെ ഭാഗമായിരിക്കും. എന്നാ പിടിച്ചോ. നിങ്ങളെ ഞാനിതാ പവർഫുൾ ആക്കി മാറ്റിയിരിക്കുന്നു. നോക്ക്, ഞാനൊരു എസ്റ്റർ തരാം. CH3COOCH2CH3 എന്ന് തന്നു. നിങ്ങളോട് പറയാണ് ഇത് ഉണ്ടാകുന്ന രാസപ്രവർത്തനം എഴുതാൻ. മക്കളെ ഒന്നും നോക്കണ്ട, സാറ് പറഞ്ഞ ആലോചിക്കുക. ആദ്യത്തെ ഭാഗം ആസിഡ് ആണ്, അത് CO വരെ ആസിഡ് ആണ്. അപ്പൊ എന്ത് ചെയ്യാ? CH3CO ആസിഡ് ആകുമ്പോൾ ഒരു OH കൂടി ഉണ്ടാവില്ലേ? ആ OH അവിടുന്ന് പോയിട്ടല്ലേ അത് എസ്റ്റർ ഉണ്ടാവുക, COOH. അപ്പൊ കിട്ടി ആസിഡ് കിട്ടി. ഏതാ? എത്തനോയിക് ആസിഡ് അഥവാ എന്താ അസറ്റിക് ആസിഡ് എന്നോ പറയാം. ഓക്കെ, പ്ലസ് ഇതിന്റെ ആൽക്കഹോൾ കിട്ടണം. നോക്ക്, ഏതാ ആൽക്കഹോൾ ഇവിടെ ഉണ്ടാവുക? ആൽക്കഹോളിന്റെ ഭാഗം ഏതാണ്? ഇത്രയും ഭാഗം. നോക്ക്, ഇത്രയും ഭാഗം, ഈ O വരെയുള്ള ഭാഗം ആൽക്കഹോൾ ആണ്, ഓക്സിജൻ വരെയുള്ള ഭാഗം. അപ്പൊ അത് നമുക്ക് എഴുതാം. അവിടുന്ന് ഇങ്ങോട്ട് എഴുതിയാൽ കുഴപ്പമില്ലല്ലോ. CH3CH2OH. നോക്ക്, ഇത് എവിടുന്നാ സാർ എഴുതിയ? നോക്ക്, CH3CH2 ദാ, പിന്നെ ഈ ഓയും പിന്നെ ഈ ഒരു H-ഉം ആൽക്കഹോളായി. അപ്പൊ ഏതാണ് ആൽക്കഹോള്? എത്തനോൾ ആണ്. എത്തനോൾ മക്കളെ, ഇത് നമ്മൾ തന്നിട്ടല്ലല്ലോ ഇപ്പൊ ഇവിടെ എഴുതിയത്, തരാതെ എഴുതിയില്ലേ? ഇത് നിങ്ങൾക്ക് പറ്റണടാ. ഈ റിയാക്ഷന്റെ പേരെന്താ? എസ്റ്റർ ഉണ്ടാവുന്ന റിയാക്ഷന്റെ പേരാണ് എസ്റ്ററിഫിക്കേഷൻ. അത് മലയാളമാണെങ്കിലും ഇംഗ്ലീഷ് ആണെങ്കിലും എസ്റ്ററിഫിക്കേഷൻ റിയാക്ഷൻ എന്ന് പറയാം. സെറ്റാണോ മക്കളെ? പവറാണോ മക്കളെ? അത് നിങ്ങൾക്ക് എവിടെയും ഉപയോഗിക്കാം, ഇപ്പോഴും ഉപയോഗിക്കാം, ഭാവിയിൽ ഉപയോഗിക്കാം. ഒരു എസ്റ്ററിന് അതിന്റെ ആസിഡും ആൽക്കഹോളും തിരിച്ചെടുക്കാൻ. സെറ്റാണല്ലോ. ഓക്കെ, അപ്പൊ ഇവിടെ നിങ്ങൾ പറയടാ, ഇവിടെ ഈ കൂട്ടത്തിൽ നിങ്ങൾക്ക് പറയാനായിട്ട് സാധിക്കും ഇത്രയും ഭാഗം അഥവാ 2 കാർബണുള്ള ആസിഡ് ആണ്. ഇവിടെ നോക്ക്, 2 കാർബണുള്ള ആസിഡ് അവിടെ ഉണ്ട്. ഓക്കെ, പിന്നെ എത്ര കാർബണുള്ള ആൽക്കഹോളാ? അവിടെ നോക്കടാ, ഇതാ ഇത്രയും കാർബണുള്ള 2 കാർബണുള്ള ആൽക്കഹോളാണ് അല്ലെ. അപ്പൊ 2 കാർബണുള്ള ആൽക്കഹോൾ നോക്ക്, ഇവിടെ തപ്പിയാ കിട്ടുക. ഇതാണ് 2 കാർബണുള്ള ആൽക്കഹോൾ. ഇവർ രണ്ടാളും ചേർന്നിട്ടാണ് ഈ എസ്റ്റർ ഉണ്ടായിട്ടുള്ളത്. റൈറ്റ് ദ കെമിക്കൽ ഇക്വേഷൻ ഫോർ ദിസ് റിയാക്ഷൻ. ഇത് നമ്മൾ എഴുതി കഴിഞ്ഞു. അതിന്റെ കെമിക്കൽ ഇക്വേഷൻ എഴുതി. പ്ലസ് ഇവിടെ എന്തുണ്ടായിരിക്കും? പ്ലസ് ഒരു H2O ഉണ്ടായിരിക്കും കേട്ടോ. കാരണം സാറ് പറഞ്ഞല്ലോ, ഇതിൽ നിന്നും H-ഉം ഇതിൽ നിന്നും OH-ഉം പോകുന്ന ഒരു H2O അവിടെ ഉണ്ടായിരിക്കും. ഇത് ഈ രൂപത്തിൽ ഇങ്ങനെ എഴുതിയാലും അല്ലാതെ ഇതിങ്ങനെ നേരെ എഴുതിയാലും ശരിയാണ്. ഓക്കെ, ഇനി കുട്ടികൾ ഡൗട്ട് ഉണ്ടാവും, സാർ ഈ ആൽക്കഹോളിനെ തിരിച്ചെഴുതിയിട്ട് ഇങ്ങനെ കള്ളിയൊക്കെ വരയ്ക്കേണ്ടേ? നിർബന്ധമൊന്നുമില്ല. ഓക്കെ, ഞാൻ അങ്ങനെ എഴുതിയാലും പ്രശ്നമൊന്നുമില്ല. ഓക്കെ, സെറ്റാണല്ലോ മക്കളെ, പവർ അല്ലേ? നിങ്ങൾക്ക് കാര്യം മനസ്സിലായല്ലോ. ഈ പ്രവർത്തനത്തെ സൂചിപ്പിക്കുന്ന രാസസമവാക്യം, ഈ പ്രവർത്തനത്തിന് പറയുന്ന പേരെന്താണ്? എസ്റ്ററിഫിക്കേഷൻ. ഓക്കെ, റെഡി. അപ്പോ ഇനി ഒരു കാര്യം കൂടി സാർ പറഞ്ഞുതരാം. ഈ എസ്റ്റർ വിഭാഗത്തിൽ പെടുന്ന ആളാണ് മക്കളെ, കേൾക്കണേ, എസ്റ്റർ വിഭാഗത്തിൽ പെടുന്ന ആളാണ് നമ്മളുടെ ഓയിലും ഫാറ്റും അഥവാ എണ്ണയും കൊഴുപ്പും. ഏത് വിഭാഗത്തിലാണ് പെടുന്നതെന്ന് വെച്ചാൽ മക്കൾ പറയണം, എസ്റ്റർ വിഭാഗത്തിലാണ് പെടുക. ഓക്കെ, അതേപോലെ തന്നെ നമ്മൾ സോപ്പ് എന്താന്ന് വെച്ചാൽ സാൾട്ട്, ലവണമാണ് സോപ്പ്. ഓക്കെ, ഓർത്തു വെച്ചോണ്ടിട്ടോ. റെഡി. ഇനി മക്കളെ നോക്കണടാ, ഗാൽവനിക് സെല്ലിൽ നിന്നുള്ള ചോദ്യം നിർബന്ധമാണ്. നാളത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഗാൽവനിക് സെല്ലിൽ നിന്നുള്ള ചോദ്യം നിർബന്ധമാണ്. ഓക്കെ, അപ്പൊ നോക്കണേ മക്കളെ, ഒരു ഗാൽവനിക് സെല്ലിന്റെ പിക്ചർ തന്നിട്ടുണ്ട്. ഇവിടെ മഗ്നീഷ്യം ഉണ്ട്, ഇവിടെ കോപ്പർ ഉണ്ട്.
നെഗറ്റീവ് ചാർജ് ആയിട്ടാണ് മഗ്നീഷ്യം, പോസിറ്റീവ് ചാർജ് ആയിട്ടാണ് കോപ്പർ. കുഴപ്പമില്ല. ഓക്കെ, അപ്പൊ ആനോഡ് ആരാണ്? മഗ്നീഷ്യം ആണ്. ഹൈ റിയാക്റ്റീവ് ഉള്ള ആനോഡ് ആയിരിക്കും. ഓക്കെ, അപ്പോ ഇതാ അവിടെ ഉണ്ടിട്ടോ മലയാളം ചോദ്യം. നോക്കിയേ, എന്താണ്? റൈറ്റ് ദ കെമിക്കൽ ഇക്വേഷൻ ഫോർ ദ ടേക്കിംഗ് പ്ലേസ് അറ്റ് ദ ആനോഡ്. ആനോഡിൽ നടക്കുന്ന രാസപ്രവർത്തനത്തിന് എഴുതാനാ പറഞ്ഞത്. ആനോഡിൽ എന്താ നടക്കുക മക്കളെ? അതെ ഇവിടുത്തെ ആനോഡ് ആരാണ്? മഗ്നീഷ്യം ആണ്. ഒന്നും നോക്കണ്ട, Mg ആണെങ്കിൽ അതെന്തിലേക്കാ? MgSO4ലേക്കല്ലേ. അപ്പൊ Mg2+ ആകും, അല്ലെങ്കിൽ +2 എന്ന് എഴുതാം. എത്ര ഇലക്ട്രോൺ കൊടുത്തിട്ട്? 2 ഇലക്ട്രോൺ കൊടുത്തിട്ട്. ഇതാണ് ആനോഡിൽ ഓക്സിഡേഷൻ ആണ് നടക്കുക. ഓക്കെ, ഇവിടെയുള്ള മഗ്നീഷ്യം താഴേക്ക് Mg2+ ആയിട്ട് ചാടും. അവൻ കൊടുക്കുന്ന ഇലക്ട്രോൺ ഇത് കൂടെ പോയിട്ട് ഇപ്പുറത്ത് വന്ന് നിൽക്കും. അതിനെയാണ് കോപ്പർ 2+ വാങ്ങുക. ഓക്കെ, എനിവേ, ഫ്രം വിച്ച് മെറ്റൽ ടു വിച്ച് മെറ്റൽ ഡു ദ ഇലക്ട്രോൺ ഫ്ലോ? മക്കളെ ഓർത്തു വെച്ചോ, എപ്പോഴും ഇലക്ട്രോൺ ഫ്ലോ ചെയ്യുക ആനോഡിന്ന് കാഥോഡിക്കാണ്. ഇലക്ട്രോൺ എപ്പോഴും പ്രവാഹദിശ, ഇലക്ട്രോണിന്റെ പ്രവാഹദിശ ചോദിക്കും. ഇലക്ട്രോൺ എവിടുന്ന് എങ്ങോട്ടാണ് പോകുന്നത്? ഇതാ ആനോഡിന്ന് കാഥോഡിക്കാണ്. ഇലക്ട്രോൺ എപ്പോഴും പോവുക ആനോഡ് ടു കാഥോഡാണ്, കാഥോഡ്. പക്ഷെ നമ്മൾ അങ്ങനെ എഴുതിച്ചിട്ട് കാര്യമില്ല. ഒരു സെല്ല് തിന്നിട്ട് ചോദിക്കുകയാണെങ്കിൽ നിങ്ങളോട് ഇവിടുത്തെ ആനോഡ് ആരാണ്? മഗ്നീഷ്യം അല്ലെ? മഗ്നീഷ്യം ആണ് ഇവിടുത്തെ ആനോഡ്. അപ്പോ മഗ്നീഷ്യത്തിൽ നിന്നും ഇവിടുത്തെ കാഥോഡ് ആരാ? കോപ്പറിലേക്ക് എഴുതിയാൽ നമുക്ക് ഇലക്ട്രോണിന്റെ പ്രവാഹ ദിശ അഥവാ ഫ്ലോ ഓഫ് ഇലക്ട്രോൺ സെറ്റായി. റെഡി ആണല്ലോ? റൈറ്റ് ദ എനർജി ചേഞ്ച് ഇൻ ഗാൽവനിക് സെൽ. പഠിച്ചു വെച്ചോ. എന്താ എനർജി ചേഞ്ച് എന്ന് പറഞ്ഞാൽ? ഇത് രാസോർജത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്നു. ഓക്കെ, കെമിക്കൽ എനർജിനെ ഇലക്ട്രിക്കൽ എനർജി ആക്കി മാറ്റുന്നു. ഒപ്പം പഠിച്ചോ, ഇലക്ട്രോലിറ്റിക് സെല്ലാണ് ചോദിച്ചെങ്കിലോ നിങ്ങൾ എഴുതേണ്ടത് നേരെ തിരിച്ചായിരിക്കണം. സെറ്റ് ആണല്ലോ? ഓക്കെ, റെഡി. ഇപ്പോ ഈ അടുത്ത ചോദ്യത്തിലേക്ക് സാറ് കിടക്കുകയാണ്. എന്താണ് മക്കളെ അടുത്ത ചോദ്യം? യെസ്, നമ്മളുടെ എത്തനോളിന്റെ പ്രിപ്പറേഷനിൽ നിന്നും ഏറ്റവും കൂടുതൽ ചോദ്യം വന്നിരിക്കുന്ന പ്രിപ്പറേഷൻ എത്തനോളിന്റെ പ്രിപ്പറേഷൻ ആണ്. ഓക്കെ, അതിൽ ഏറ്റവും കൂടുതൽ ചോദ്യം എന്താണെന്നുള്ളത് നമ്മൾ ഈ ഒരു ചോദ്യത്തിലൂടെ നിങ്ങൾ പരിചയപ്പെട്ടു കൊടുക്കുക. നോക്കലേ, ആദ്യം മൊളാസസ്. ഞാൻ ഈ കാര്യം പറയുമ്പോൾ തന്നെ നിങ്ങളോട് പറയാണ്, എന്താണ് മൊളാസസ്? എന്താണ് മൊളാസസ് എന്ന് പറഞ്ഞാല്? മൊളാസസ് എന്ന് പറയുന്നത് ഒരു പഞ്ചസാരന്റെ ലായനിയാണ്. അതായത് ഈ പറയുന്ന സുക്രോസും അതേപോലെ വെള്ളം കൂടി കൂടിയതാണ് മൊളാസസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ മൊളാസസിന് വിളിക്കുന്ന വേറൊരു പേര് ഓർത്തു വെച്ചോ. ഞാൻ ഇവിടെ എഴുതില്ല, ഓർത്തു വെച്ചോ. മദർ ലിക്വർ എന്ന് വിളിക്കുന്നു. മദർ ലിക്വർ എന്ന് വിളിക്കുന്നു. ഏതാ? മൊളാസസ്. ഓക്കെ, ലിക്വർ പേരുള്ള വേറെ സാധനം കൂടി നിങ്ങൾ പഠിക്കുന്നുണ്ട്. ലിക്വർ അമോണിയ അല്ലെ? ഓക്കെ, അപ്പൊ ലിക്വർ അമോണിയ, ലിക്വിഡ് അമോണിയ ഒക്കെ എന്തായാലും പഠിച്ചിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഒക്കെ 1 മാർക്ക് ചോദ്യങ്ങളാണ് കേട്ടോ. എനിവേ, അപ്പോ മൊളാസസിലേക്ക് ഈസ്റ്റ് ചേർക്കുമ്പോൾ ഈസ്റ്റിലെ ഇൻവെർട്ടേഴ്സ് പ്രവർത്തിച്ചിട്ട് ഒന്ന് C6H12O6 ഫ്രക്ടോസ്. എന്നാൽ ഇവിടെ ഉണ്ടായിട്ടുള്ളത് ഏതാന്നാ ചോദിച്ചത്. അതും എന്ത് തന്നെയാണ്? C6H12O6, പക്ഷെ പേര് മാറണം. എന്താ? ഗ്ലൂക്കോസ്. ഇനി ആ C6H12O6ലേക്ക് ആരാണ് പ്രവർത്തിക്കുന്നത്? രണ്ടാമത്തെ എൻസൈം ആരാണ്? സൈമേഴ്സ് പ്രവർത്തിക്കുന്നു. ഓക്കെ, എന്നിട്ടാണ് എത്തനോൾ കിട്ടുന്നത്. അപ്പൊ ഐഡന്റിഫൈ A and B. എയും ബിയും നമ്മൾ എഴുതി. എത്തനോൾ ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദിസ് മെത്തേഡ് ഈസ് നോൺ ആസ്. ആര് എഴുതും ഇതിന്റെ ഉത്തരം? എത്തനോളിന്റെ നിർമ്മാണത്തിന് പറയുന്ന പേരാണ് ചോദിച്ചത്. ഈ പ്രവർത്തനം വഴി ലഭിക്കുന്ന എത്തനോൾ ഏതു പേരിൽ അറിയപ്പെടുന്നു? ഓക്കെ, സോറി. എത്തനോൾ പ്രൊഡ്യൂസ്ഡ് ബൈ ദിസ് മെത്തേഡ് ഈസ് നോൺ ആസ്. ഓക്കെ, ഈ പ്രവർത്തനത്തിലൂടെ ലഭിക്കുന്ന എത്തനോളിന്റെ പേരെന്താന്നാ ചോദിച്ചത്. എനിക്ക് തോന്നുന്നു ഭൂരിഭാഗം കുട്ടികളും ഇങ്ങനെ ഒരു ചോദ്യം വന്നാൽ അതിന് ഉത്തരം എഴുതൂല. അതിന് മുമ്പ് ഒരു ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞുതരാം. ഈ മൊത്തം പ്രോസസ്സിന്റെ പേരാണ് ഫെർമെന്റേഷൻ. എഴുതി വെച്ചോട്ടോ. എത്തനോളിന്റെ നിർമ്മാണത്തിന്റെ പേരാണ് ഫെർമെന്റേഷൻ. വിനാഗിരിന്റെ നിർമ്മാണത്തിന്റെ പേരും ഫെർമെന്റേഷൻ തന്നെയാണ്. ഓക്കെ, ഇവിടെയുള്ള ചോദ്യം എന്താ പറയുക? ഇവിടെ ഈ ഉണ്ടായിട്ടുള്ള എത്തനോളിന്റെ പേരെന്താ? എത്തനോൾ എന്നല്ലേ സാറേ? പഠിക്കണം. എടാ, ഇവിടെ ഉണ്ടായിട്ടുള്ള എത്തനോളിന്റെ പേരെന്താന്ന് വെച്ചാൽ ഇത് വീര്യം കുറഞ്ഞ എത്തനോൾ ആയിരിക്കും. ആദ്യം ഉണ്ടാവുന്ന എത്തനോൾ. ഓക്കെ, വീര്യം കുറഞ്ഞ ആ എത്തനോളിന്റെ പേരാണ് വാഷ്. അത് ഞങ്ങൾ പഠിച്ചാണ്. അതെ, പഠിച്ചിട്ടുണ്ട്. പക്ഷേ ക്വസ്റ്റ്യൻ വരുമ്പോൾ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ കിട്ടണമെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് അതിനെ പറ്റിയിട്ടുള്ള ഐഡിയ വേണം. ഓക്കെ, അപ്പം വാഷ്, റെക്ടിഫൈഡ് സ്പിരിറ്റ്, അതേപോലെ തന്നെ ഡീനാച്ചുറേഡ് സ്പിരിറ്റ്, അബ്സല്യൂട്ട് ആൽക്കഹോള്, പവർ ആൽക്കഹോള്, 5ൽ ഏതെങ്കിലും ഒന്ന് ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾക്ക് കാണാം. ഇപ്പൊ ഇവിടെ വാഷിന്റെ ചോദ്യം വന്നത് ഈ രൂപത്തിലാണെങ്കിൽ ഇങ്ങനെ തന്നെ വരണമെന്നില്ല. വാഷ് എന്ന് പറഞ്ഞാൽ എന്താണ്? 8 to 10% അല്ലെ? വാഷ് എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? വാഷ് എന്ന് പറഞ്ഞാൽ എന്താണ്? യെസ്, വാഷ് എന്ന് പറയുന്നത് 8 മുതൽ 10% വീര്യമുള്ള എത്തനോളിനെ വിളിക്കുന്ന പേരാണെന്ത്? വാഷ് എന്ന് പറഞ്ഞാൽ. എന്നാൽ എന്താണ് റെക്ടിഫൈഡ് സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ? റെക്ടിഫൈഡ് സ്പിരിറ്റ് സാറ് ഷോർട്ട് ആക്കുകയാണ് കേട്ടോ, നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. റെക്ടിഫൈഡ് സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ 95 അല്ലെങ്കിൽ 95 എന്ന് പഠിച്ചാലും മതി. 95% വീര്യമുള്ള എത്തനോളാണ് എന്ത്? റെക്ടിഫൈഡ് സ്പിരിറ്റ്. ഈ റെക്ടിഫൈഡ് സ്പിരിറ്റിലേക്ക് കുറച്ച് പോയ്സൺ, അതായത് വിഷം ചേർത്താൽ നമുക്ക് കിട്ടുന്നതാണ് ഡീനാച്ചുറേഡ് സ്പിരിറ്റ്. എന്താ കിട്ടുക?
ഡീനാച്ചുവേർഡ് സ്പിരിറ്റ്. ഓക്കെ, ഈ ഡീനാച്ചുവേർഡ് സ്പിരിറ്റ് നമ്മൾ അതിന്റെ എക്സാമ്പിൾ പഠിച്ചു വെക്കുക. ഞാനിവിടെ വിഷമായി ചേർക്കുന്നത് മെത്തനോൾ ആണെങ്കിൽ അപ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഡീനാച്ചുവേർഡ് സ്പിരിറ്റിന്റെ പേരാണ് മീഥൈലേറ്റഡ് സ്പിരിറ്റ്. മീഥൈലേറ്റഡ് സ്പിരിറ്റ് ഓർത്തു വെക്കുക കേട്ടോ, മീഥൈലേറ്റഡ് സ്പിരിറ്റ്. ഓക്കെ, ഇനി എന്താണ് നോക്കിക്കേ, ഇനി നമ്മൾ വീണ്ടും പോവാണ് അബ്സല്യൂട്ട് ആൽക്കഹോൾ. എന്താണ് അബ്സല്യൂട്ട് ആൽക്കഹോൾ എന്ന് പറയുന്നത്? സാർ ഷോർട്ടാക്കി എഴുതണ്ടേ, അബ്സല്യൂട്ട് ആൽക്കഹോൾ. ഓക്കെ, ഇതൊക്കെ നിങ്ങൾക്ക് അറിയാം. അബ്സല്യൂട്ട് ആൽക്കഹോൾ എന്ന് പറഞ്ഞാൽ 99% വീര്യമുള്ള എത്തനോളാണ്. ഈ അബ്സല്യൂട്ട് ആൽക്കഹോളിലേക്ക് പെട്രോൾ ചേർത്താൽ അബ്സല്യൂട്ട് ആൽക്കഹോളിലേക്ക് പെട്രോൾ ചേർത്താൽ കിട്ടുന്ന സാധനമാണ് പവർ ആൽക്കഹോൾ. ഇത് വാഹനങ്ങളിലൊക്കെ ഇന്ധനമായിട്ടൊക്കെ ഉപയോഗിക്കും. ഓക്കെ, ഓർത്തു വെക്കണം കേട്ടോ. അപ്പൊ ഇവിടെ കിട്ടിയിട്ടുള്ള എത്തനോളിന്റെ പേരെന്താന്ന് വെച്ചാൽ എന്താണ്? വാഷ് എന്ന് എഴുതി വെക്കുക. വാഷ് എന്ന് എഴുതി വെക്കുക. പവർ ആൽക്കഹോൾ എന്താണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. എന്താണ്? അബ്സല്യൂട്ട് ആൽക്കഹോളും അതേപോലെ പെട്രോളും തമ്മിൽ കലർന്ന മിശ്രിതമാണ് പവർ ആൽക്കഹോൾ. ഓക്കെ, റെഡി ആണല്ലോ? സെറ്റ് അല്ലേ? പവർ അല്ലടാ മക്കളെ. അടുത്ത ചോദ്യം 13ാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കുന്നു. നോക്കിക്കേ, ദ ഗ്രാഫ് ഗിവൺ. ഒരു ഗ്രാഫ് തന്നിട്ടുണ്ട്. ഐഡന്റിഫൈ ദ ഫോർവേഡ് റിയാക്ഷൻ. ഈ ഗ്രാഫ് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. ഫോർവേഡ് റിയാക്ഷൻ ഏതാ? ബി ആണ്. ഓക്കെ, അഥവാ പുരോപ്രവർത്തനം ഏത് എന്നാണ് ചോദിക്കുക. അല്ലെങ്കിൽ ഇവിടെ ആ ചോദ്യം വേറെ രൂപത്തിലാണ് വന്നത്. എയും ബിയും എന്താന്നുള്ളത്. എ എന്ന് പറയുന്നത് സന്തുലനാവസ്ഥയാണ്. ബി എന്ന് പറയുന്നത് എന്താണ്? പുരോപ്രവർത്തനമാണ്. ഓക്കെ, പുരോപ്രവർത്തനമാണ്. ഇനി പുരോപ്രവർത്തനം ഏതാണ്? അത് ബി ആണ്. ഓക്കെ, അത് ആ രണ്ടാമത്തെ ചോദ്യമാണ് അവിടെ ഉള്ളത് കേട്ടോ. സോറി, ഇതില് രണ്ടാമത്തെ ചോദ്യം ഇവിടെ ഉണ്ട്. ഓക്കെ, അറ്റ് വിച്ച് പോയിന്റ് ഡസ് ദ സിസ്റ്റം അറ്റൈൻ ഇക്വിലിബ്രിയം? ഏത് പോയിന്റിലാണ് ഈ സിസ്റ്റം ഇക്വിലിബ്രിയത്തിലേക്ക് എത്തുക? എ എന്ന പോയിന്റിലാണ്. എ ആണ് ഇക്വിലിബ്രിയം അല്ലെ? സന്തുലനാവസ്ഥയിൽ എത്തിച്ചേരുന്നത് എയിലാണ്. സന്തുലനാവസ്ഥയുടെ ഏതെങ്കിലും 2 പ്രത്യേകതകൾ. എത്ര കുട്ടികളാ ഇത് പഠിക്കാതെ പോവാന്നറിയോ? സന്തുലനാവസ്ഥന്റെ പ്രത്യേകത എന്ത്? ഇക്വിലിബ്രിയത്തിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ, ഒന്ന് എന്താണ്? ബോത്ത് റിയാക്ടന്റ് ആൻഡ് പ്രൊഡക്ട്സ് ആർ കോ എക്സിസ്റ്റ്. അഭികാരകങ്ങളും ഉൽപ്പന്നങ്ങളും അവിടെ തന്നെ ഉണ്ടാകുന്നു. ഇനി രണ്ടാമത്തെ പോയിന്റ് എന്താണ് മക്കളെ? ഈ പറയുന്ന ഇക്വിലിബ്രിയം റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ ഇസ് ഈക്വൽ ടു റേറ്റ് ഓഫ് ബാക്ക്വേർഡ് റിയാക്ഷൻ. പുരോപ്രവർത്തന നിരക്കും പശ്ചാത് പ്രവർത്തന നിരക്കും സമമായിരിക്കും എന്നുള്ളത് ഇക്വിലിബ്രിയത്തിന്റെ മറ്റൊരു പോയിന്റ് ആണ്. ഏറ്റവും എളുപ്പത്തിൽ ഓർത്തു വെക്കാൻ പറ്റുന്ന 2 പോയിന്റ് അതാണ്. ഇനി അതല്ലാത്ത പോയിന്റ് ഓർത്തു വെച്ചോ, ഇക്വിലിബ്രിയം ഈസ് ഡൈനാമിക് ഇൻ മോളിക്കുലാർ ലെവൽ. അത് പലപ്പോഴും പല കുട്ടികളും പഠിക്കാതെ പോകും. ഓക്കെ, ഇക്വിലിബ്രിയം സന്തുലനാവസ്ഥ തന്മാത്ര തലത്തിൽ ഗതികമാണ്. ആ പോയിന്റ് തന്നിട്ട് ഇത് ശരിയാണോ തെറ്റാണോ ചോദിച്ചാൽ ശരി എഴുതാൻ പറ്റണം. അത് സന്തുലനാവസ്ഥനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഗതികമാണ് പറഞ്ഞാൽ തന്മാത്ര അങ്ങോട്ടും ഇങ്ങോട്ടും ചലിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ രാസപ്രവർത്തനം നിന്നിട്ടില്ല. പുറത്തുനിന്ന് കാണുമ്പോൾ നിന്ന മാതിരി തോന്നുകയാണ്. കാരണം എന്താണ്? അതൊന്നും എഴുതണം എന്നില്ല, സാർ പറഞ്ഞു തരാണ് കേട്ടോ. കാരണം രണ്ടിന്റെയും പ്രവർത്തന നിരക്ക് തുല്യമായതുകൊണ്ട് പുറത്തുനിന്ന് കാണുന്ന ആൾക്കാർക്ക് മാറ്റം തോന്നൂല. പക്ഷെ ഉള്ളിൽ എന്തുന്നുണ്ട്? ചലനം നടക്കുന്നുണ്ട്. അതിന്റെ പോയിന്റ് ആണ് മോളിക്കുലാർ ലെവലിൽ ഡൈനാമിക് ആണ്, തന്മാത്രാ തലത്തിൽ ഗതികമാണ് എന്ന് പറയുന്നത്. ഓക്കെ, റെഡി? പിന്നെ ഇക്വിലിബ്രിയം എപ്പോഴും നടക്കുക. എഴുതി വെച്ചോ. ഇക്വിലിബ്രിയം എപ്പോഴും നടക്കുക എവിടെയായിരിക്കും? ഇക്വിലിബ്രിയം എപ്പോഴും ക്ലോസ്ഡ് സിസ്റ്റത്തിലായിരിക്കും നടക്കുക. ക്ലോസ്ഡ് സിസ്റ്റം. ഓക്കെ, അതായത് സംവൃത വ്യൂഹം എന്ന് പറയും. സംവൃത വ്യൂഹത്തിലായിരിക്കും ഇക്വിലിബ്രിയം നടക്കുക കേട്ടോ. സന്തുലനാവസ്ഥ ഉണ്ടാവുക സംവൃത വ്യൂഹത്തിലായിരിക്കും. കേട്ടോ. വ്യൂഹത്തിലായിരിക്കും. ഇതുമായിട്ട് ഇതിന്റെ ആൻസർ അല്ല. ഇതിന്റെ ആൻസർ എന്താണെന്ന് അറിയാലോ? ഏതെങ്കിലും 2 പ്രത്യേകത ഏതെങ്കിലും ഒന്ന് നിങ്ങൾ എഴുതി വെച്ചാൽ മതി. 2 എഴുതി വെച്ചാൽ മതി. റെഡി? അപ്പൊ ഇക്വിലിബ്രിയത്തിന്റെ ഈ ഗ്രാഫ് നോക്കാതെ ആരും നാളെ എക്സാമിന് പോകണ്ട. അടുത്ത ചോദ്യം എന്താണ്? സ്ട്രക്ചറൽ ഫോർമുല ഓഫ് 2 ഓർഗാനിക് കോമ്പൗണ്ട്സ് ആർ ഗിവൺ ബിലോ. താഴെ 2 ഓർഗാനിക് സംയുക്തങ്ങളുടെ സ്ട്രക്ചറൽ ഫോർമുല തന്നിട്ടുണ്ട്. മക്കളെ കണ്ടാൽ അറിയാലോ, ഒന്ന് ആൽക്കഹോൾ ആണ്, ഒന്ന് ഈതർ ആണ് അല്ലെ? ഓക്കെ, എന്നാൽ നോക്കിക്കേ, ഈ സംയുക്തങ്ങളുടെ തന്മാത്രാവാക്യം എഴുതുക, മോളിക്കുലാർ ഫോർമുല എഴുതുക. എന്ത് സിമ്പിൾ അല്ലേ ആ ക്വസ്റ്റ്യൻ? ഓക്കെ, പക്ഷെ അങ്ങനത്തെ ചോദ്യങ്ങൾ വരാറുണ്ട്. ഓക്കെ, എത്രയാ ഇതില്? 3 കാർബൺ, 1 2 3 കാർബൺ 3 എണ്ണം. ഇനി എന്താണടാ? എത്ര ഹൈഡ്രജൻ ആണ്? നോക്ക്, എണ്ണം കേട്ടോ. 3ഉം 2ഉം 5ഉം 2ഉം 6 അല്ലെ 5 2 7 നിങ്ങൾ എണ്ണും. പക്ഷെ പല കുട്ടികളും ഈ എച്ചിന് എടുക്കൂല. അപ്പൊ 8 ഹൈഡ്രജൻ ഉണ്ട് ഇവിടെ കേട്ടോ, ആ എച്ചും കൂട്ടിയിട്ട്. പിന്നെ പല കുട്ടികളും ഓക്സിജനെ മറന്നു പോകാറുണ്ട്. ഓക്സിജനെ മറക്കരുത്, ഓക്സിജൻ എഴുതണം. ഓക്സിജനെ നിങ്ങൾ എഴുതണം. ഓക്കെ, റെഡി ആണല്ലോ? സെറ്റ് ആണല്ലോ മക്കളെ? ഓക്കെ, റെഡി, സെറ്റ്. ഇനി ഇതിന്റെ തന്മാത്രാവാക്യം എന്താ? അടുത്തതിന്റെ തന്മാത്രാവാക്യം എത്ര കാർബൺ ഉണ്ട്? 3 എണ്ണം. എവിടെ? 1 2 3. എത്ര ഹൈഡ്രജനാ? 3ഉം 3ഉം 6 6 2ഉം 8 ഹൈഡ്രജൻ. H8 ഒരു ഓക്സിജനും. അത് വിട്ടുപോകരുത്. ഓക്കെ, ഇനി എന്താ അടുത്തത്? റൈറ്റ് ദ മോളിക്കുലാർ ഫോർമുല സെറ്റ് ആക്കി. വിച്ച് ടൈപ്പ് ഓഫ് ഐസോമെറിസം? ഇവർ ഐസോമർ ആണെന്നുള്ളതിന് സംശയമില്ലല്ലോ. കാരണം എന്താണ്? ഇവരുടെ എന്ത് തുല്യമാണ്? തന്മാത്രാവാക്യം സെയിം ആണ്.
ഓക്കെ, അതുകൊണ്ട് മോളിക്കുലർ ഫോർമുല സെയിം ആയതുകൊണ്ട് ഐസോമറ. എന്ത് ഐസോമറാണ് മക്കളെ? അപ്പൊ ഐസോമറിസത്തിൽ നിർബന്ധമായും ചോദ്യം ഉണ്ടായിരിക്കും. അപ്പോൾ അതെന്താണ്? ചിലപ്പോൾ ഇതുപോലെ 3 മാർക്ക് ചോദ്യമായിരിക്കാം, അല്ലെങ്കിൽ 4 മാർക്ക് ചോദ്യമായിരിക്കാം. അപ്പൊ മക്കളെ നോക്കണേ, OHും Oയും ഡിഫറെന്റ് ഫങ്ഷണൽ ഗ്രൂപ്പാണ്. അതുകൊണ്ട് ഫങ്ഷണൽ ഐസോമർ എന്ന് എഴുതാനായിട്ട് സാധിക്കണം. ഫങ്ഷണൽ ഐസോമർ. മലയാളം മീഡിയം മക്കൾ, അത് ഫങ്ഷണൽ ഐസോമറിന്റെ മലയാളം ഫങ്ഷണൽ ഐസോമർ തന്നെ. ആദ്യത്തെ സംയുക്തത്തിന്റെ പൊസിഷൻ ഐസോമറിന്റെ ഘടനാവാക്യം എഴുതുക. ഒന്നാമത്തെ സംയുക്തത്തിന്റെ പൊസിഷൻ ഐസോമറിന്റെ ഘടനാവാക്യം എഴുതുക. അപ്പൊ സ്ട്രക്ചർ വരയ്ക്കാൻ പറഞ്ഞപ്പോ മക്കളെ നോക്കണേ, കുറെ കുട്ടികളുടെ ഡൗട്ടാ, സാറേ സ്ട്രക്ചർ വരയ്ക്കുമ്പോൾ കംപ്ലീറ്റ് സ്ട്രക്ചർ വരയ്ക്കണോ, അതല്ലെങ്കിൽ കണ്ടൻസ്ഡ് സ്ട്രക്ചർ? നിങ്ങളോട് വെറും സ്ട്രക്ചർ അല്ലെങ്കിൽ വെറും ഘടനാവാക്യം എന്നാണ് പറഞ്ഞതെങ്കിൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് സ്ട്രക്ചർ വരച്ചാലും കണ്ടൻസ്ഡ് വരച്ചാലും കുഴപ്പമില്ല, ലഘൂകരിച്ച ഘടന വരച്ചാലും കുഴപ്പമില്ല, പൂർണ്ണ ഘടന വരച്ചാലും കുഴപ്പമില്ല. പക്ഷെ എടുത്തു പറയാണ് കണ്ടൻസ്ഡ് സ്ട്രക്ചർ, അപ്പൊ കണ്ടൻസ്ഡ് തന്നെ വരയ്ക്കണം, ലഘൂകരിച്ച ഘടന എന്ന് പറഞ്ഞാൽ. അല്ലെങ്കിൽ ക്വസ്റ്റ്യനിൽ പറയാണ് കംപ്ലീറ്റ് സ്ട്രക്ചർ, പൂർണ്ണമായിട്ടുള്ള ഘടന എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ടുള്ള ഘടന, എല്ലാ ബോണ്ടും കാണിച്ചിട്ട് തന്നെ വരയ്ക്കണം. അപ്പൊ ആദ്യം സാർ എന്ത് ചെയ്യാം, ഇവിടെ തന്നതിനൊന്നും ഇങ്ങോട്ട് എടുത്ത് എഴുതാം. CH3 CH2 CH2 OH ഇതിനിങ്ങോട്ട് എടുത്ത് എഴുതി. ഇതിന്റെ പേരിട്ട് നോക്കാം. 3 കാർബൺ ആണ്, പ്രൊപ്പാണ്, സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് AN ആണ്. അതിൽ ഒന്നാമത്തെ കാർബണിൽ അല്ലെ, അവിടെ നിന്നല്ലേ നമ്പർ ചെയ്യേണ്ടത്, ഒന്നാമത്തെ കാർബണിൽ ഓൾ ഉണ്ട്, പ്രൊപ്പാൻ 1 ഓൾ ആണ്. അപ്പൊ ഇതിന്റെ പൊസിഷൻ ഐസോമർ എന്താ ചെയ്യുക, ആ OHനെ പിടിച്ച് ഇപ്പൊ ഈ ഒന്നിലുള്ള OHനെ പിടിച്ച് 2 ഇട്ടേക്കുക. ഓക്കെ, അപ്പോ നോക്കിക്കേ, ഇത്രേ ഉള്ളൂ. ആദ്യം കാർബൺ സെറ്റ് ആക്കിയാൽ നിങ്ങൾക്ക് ബെറ്റർ ആണ് കേട്ടോ. റെഡി, 1 2 3 കാർബണിൽ രണ്ടാമത്തേൽ OHനെ കൊടുക്കുക. എന്നിട്ട് ബാക്കിയൊക്കെ ഹൈഡ്രജൻ ഫില്ല് ചെയ്യുക. എത്ര ഹൈഡ്രജൻ വേണം നോക്കിയിട്ട് ഫില്ല് ചെയ്യുക. ഓക്കെ, ഇതിന്റെ പേരെന്തായി, പ്രൊപ്പാൻ 2 ഓൾ. പ്രൊപ്പാൻ 2 ഓൾ. കണ്ടോ മക്കളെ, എന്ത് മാത്രമേ മാറിയിട്ടുള്ളൂ, ഇതാ പൊസിഷൻ മാത്രമേ മാറിയിട്ടുള്ളൂ, സ്ഥാനം മാത്രമേ മാറിയിട്ടുള്ളൂ. അതുകൊണ്ട് ഇതെന്താണ്, പൊസിഷണൽ ഐസോമറായി മാറി. അപ്പൊ ഇതാണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. റെഡി ആണല്ലോ, സെറ്റ് ആണല്ലോ. ഇപ്പൊ ചോദ്യങ്ങളുടെ വരവ് കണ്ടോ നിങ്ങൾ? ഓക്കെ, റെഡി. ഇനി എന്താ, അയണിന്റെ ഇൻഡസ്ട്രിയിൽ, അപ്പൊ അയണിന്റെ പ്രിപ്പറേഷൻ, അലൂമിനിയത്തിന്റെ പ്രിപ്പറേഷൻ, ഏതെങ്കിലും ഒന്നിന്ന് ചോദ്യം ഉണ്ടാവും, ഏതെങ്കിലും ഒന്നൊന്ന്. ഓക്കെ, അപ്പം അത് വളരെ ഡീറ്റെയിൽ ആയി തന്നെ ലൈവിൽ നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ട് മക്കളെ. കാണാത്തവർ ആ ഭാഗം മാത്രം പ്രശ്നം ഉണ്ടെങ്കിൽ അവിടെ പോയി കാണണം കേട്ടോ. ഓക്കെ, അയൺ ഈസ് ഇൻഡസ്ട്രിയലി പ്രൊഡ്യൂസ്ഡ് ഇൻ ബ്ലാസ്റ്റ് ഫർണസ്. അയൺ ബ്ലാസ്റ്റ് ഫർണസിൽ എന്താ ചെയ്യുന്നത്, പിന്നെ ആണ് ഉണ്ടാക്കുന്നത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി എന്താ, വാട്ട് ഈസ് ദ ഫങ്ഷൻ ഓഫ് കാർബൺ ഇൻ ബ്ലാസ്റ്റ് ഫർണസ്? കാർബണോ ബ്ലാസ്റ്റ് ഫർണസിലോ എന്ന് നിങ്ങൾക്ക് തോന്നും മക്കളെ. കേട്ടോ, ബ്ലാസ്റ്റ് ഫർണസ് ഇരുമ്പിന്റെ വ്യവസായം, കാർബണിന്റെ ധർമ്മം എന്ത് സാറേ? കാർബൺ അതിൽ ഇടില്ലല്ലോ. ഉണ്ട്. ബ്ലാസ്റ്റ് ഫർണസിലേക്ക് 3 കാര്യങ്ങൾ ഇടുന്നുണ്ട്. ഒന്ന് ഹെമറ്റൈറ്റ്, ഒന്ന് ചുണ്ണാമ്പ് കല്ല്, ഒന്ന് കോക്ക്. ഈ കോക്ക് എന്ന് പറയുന്നത് എന്താണ്? കോക്ക് എന്ന് പറയുന്നത് കാർബൺ ആണ്. അപ്പൊ ഇവിടെ കണ്ടോ, ഇങ്ങനെ ചോദിച്ചേ, കോക്ക് എന്നല്ല പറഞ്ഞു, കാർബൺ. കോക്കിന്റെ ഉപയോഗം ചിലപ്പോൾ നിങ്ങൾ പഠിച്ചു പോയി ഉണ്ടാവും. കോക്ക് എന്തിനാ ആഡ് ചെയ്യുന്നത്? അവിടെ എന്തായിട്ട് പ്രവർത്തിക്കാനാണ്? നിരോക്സികാരിയായിട്ട്, റെഡ്യൂസിങ് ഏജന്റ് ആയിട്ട് വർക്ക് ചെയ്യാനാണ് കേട്ടോ. റെഡ്യൂസിങ് ഏജന്റ് അതായത് ഈ കാർബൺ എന്ത് ചെയ്യും, ഓക്സിജനുമായിട്ട് ചേർന്നിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് ആവും. ഈ കാർബൺ ഡൈ ഓക്സൈഡ് വീണ്ടും കാർബൺ ഇട്ടിട്ട് കാർബൺ മോണോക്സൈഡ് ആവും. ഇവനാണ് ഇവിടുത്തെ റെഡ്യൂസിങ് ഏജന്റ്. കാർബൺ അല്ല. പക്ഷെ കാർബണെ ചേർക്കുന്നത് എന്തിനാ? ഈ റെഡ്യൂസിങ് ഏജന്റ് ഉണ്ടാക്കാൻ, അതായത് റെഡ്യൂസിങ് ഏജന്റ് ആയിട്ട് പ്രവർത്തിക്കാനാന്ന് എഴുതി വെച്ചാൽ മതി. ആസ് റെഡ്യൂസിങ് ഏജന്റ്, അതായത് നിരോക്സികാരിയായിട്ട് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കാർബണെ ചേർക്കുന്നത് കേട്ടോ. നിരോക്സികാരി. ഇനി അല്ലെങ്കിൽ നിരോക്സികാരിയെ ഉണ്ടാക്കാൻ, ടു പ്രൊഡ്യൂസ് റെഡ്യൂസിങ് ഏജന്റ് എന്ന് എഴുതിയാലും ശരി തന്നെയാണ്. ഇനി നോക്കിയ മക്കളെ, ഫ്ലെക്സ്, സ്ലാഗ് എന്നിവ തിരിച്ചറിയുക. ഏതാ അതിൽ ഫ്ലെക്സ്? നിങ്ങൾക്കറിയാം, ബ്ലാസ്റ്റ് ഫർണസിലെ ഗ്യാങ് ആരാണ്? ബ്ലാസ്റ്റ് ഫർണസിലെ ഗ്യാങ് എന്ന് പറയുന്നത് ഇവനാണ്. അപ്പൊ ഇതാണ് ഫ്ലെക്സ്, ഇതെന്താണ്? സ്ലാഗ് ആണ്. ഓക്കെ, റെഡി. ബ്ലാസ്റ്റ് ഫർണസിൽ ലഭിക്കുന്ന ഇരുമ്പിന്റെ പേരെന്താ? നെയിം ദ അയൺ ഒബ്റ്റൈൻഡ് ഫ്രം ബ്ലാസ്റ്റ് ഫർണസ്. എന്താണ്? പിഗ് അയൺ. ഓർമ്മയില്ലേ? പിഗ് അയൺ. ഓക്കെ, സെറ്റ് ആണല്ലോ മക്കളെ? ഓക്കെ ആണല്ലോ മക്കളെ? അടുത്ത ചോദ്യത്തിലേക്ക് സാറ് കടക്കാണ്. ഇലക്ട്രോളിസിസ്. വന്നു. മോൾട്ടൺ NaCl. ഇലക്ട്രോളിസിസ് ഓഫ് മോൾട്ടൺ സോഡിയം ക്ലോറൈഡ് ഈസ് കണ്ടക്റ്റഡ്. ഓക്കെ, ഉരുകിയ സോഡിയം ക്ലോറൈഡിന്റെ എന്ത് നടത്തിയിട്ടുണ്ട്? വൈദ്യുത വിശ്ലേഷണം നടത്തിയിട്ടുണ്ട്. ആദ്യത്തെ ചോദ്യം നോക്ക്. വിച്ച് ആർ ദ അയോൺസ് പ്രസന്റ് ഇൻ ദ മോൾട്ടൺ സോഡിയം ക്ലോറൈഡ്? മോൾട്ടൺ ഉരുകിയ സോഡിയം ക്ലോറൈഡിൽ കാണപ്പെടുന്ന അയോണുകൾ ഏതൊക്കെയാണ് മക്കളെ? ഉരുകിയ സോഡിയം ക്ലോറൈഡ് എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? അതിൽ സോഡിയം ക്ലോറൈഡിന് പുറമെ വാട്ടറും കൂടി ചേർക്കുന്നുണ്ട്, വെള്ളം കൂടി ഉണ്ട്. അപ്പോ സോഡിയം ക്ലോറൈഡിലുള്ള വെറും ഉരുകിയ സോഡിയം ക്ലോറൈഡ് ഉരുകിയ സോഡിയം ക്ലോറൈഡ് അല്ല, സോഡിയം ക്ലോറൈഡ് ലായനിയാണെങ്കിൽ, സൊല്യൂഷൻ ആണെങ്കിൽ അവിടെ വെള്ളം കൂടി ചേർക്കുന്നുണ്ട്. പക്ഷെ വെറും ഉരുകിയ സോഡിയം ക്ലോറൈഡ് എന്ന് പറയുമ്പോൾ അവിടെ ഒന്നും ചേർക്കുന്നില്ല. മോൾട്ടൺ NaCl എന്ന് പറയുമ്പോൾ ഒന്നും ചേർക്കുന്നില്ല. അപ്പൊ എന്താണ്? അതിലുള്ള NaCl മാത്രമാണ്. അപ്പൊ NaCl എന്ന് പറയുമ്പോൾ 2 അയോണുകളാണ് അവിടെ ഉണ്ടാവുക, Na+ഉം Cl-. ഓക്കെ,
വിച്ച് അയോൺ അട്രാക്ട് ടുവേർഡ്സ് പോസിറ്റീവ് ഇലക്ട്രോഡ്. അതൊക്കെ സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ. ആരാ പോസിറ്റീവ് ഇലക്ട്രോഡ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ആനോഡാണ് അല്ലേ. ആനോഡാണ് വൈദ്യുത വിശ്ലേഷണത്തിൽ പോസിറ്റീവ്. അപ്പൊ ആനോഡിലേക്ക് ആരാ പോകുന്നത് എന്നാണ് ചോദിച്ചത്. അതിലുള്ള നെഗറ്റീവ് അല്ലേ. ആരാ പോവുക? ക്ലോറിൻ, Cl- ഈ അയോൺ ആണ് പോകുന്നത്. എന്തായിട്ട് മാറും? എന്നിട്ട് ക്ലോറിൻ ആയിട്ട് മാറും. ഓക്കെ, റെഡി? ഈ ഉരുകിയ സോഡിയം ക്ലോറിന്റെ വൈദ്യുത വിശ്ലേഷണത്തിൽ പോസിറ്റീവ് ഇലക്ട്രോഡിലേക്ക് ആകർഷിക്കപ്പെടുന്ന ആരാ? Cl- ആണ്. കാഥോഡിൽ നടക്കുന്ന രാസപ്രവർത്തനത്തിന്റെ സമവാക്യം ഇതാണ്. കാഥോഡിലാണ്. അപ്പൊ കാഥോഡിൽ ആനോഡിൽ എന്താ നടക്കുക? ഇവിടുത്തെ ആനോഡിൽ എന്താ നടക്കുന്നത്? ആനോഡിൽ നടക്കുന്നത് 2 Cl- അയോണുകൾ എന്തായി മാറും? ക്ലോറിൻ ഗ്യാസ് ആയി മാറും. പങ്ജന്റ് സ്മെല്ല് ഉണ്ടാവണതാണ് അതിന് പ്രൂഫ്. കാഥോഡിൽ എന്താ നടക്കുക? കാഥോഡിൽ നടക്കുന്നത് മറ്റൊന്നുമല്ല. എന്താ മക്കളെ? Na+കൾ ഇലക്ട്രോണിനെ വാങ്ങിക്കഴിഞ്ഞ് അതെന്തായി മാറും? സോഡിയം ലോഹമായി മാറും. കാഥോഡിൽ നടക്കുന്ന റിയാക്ഷൻ ആയി. ഓക്കെ, which product is obtained at cathode when sodium chloride solution is electrolyzed? ഓക്കെ, ഏത് പ്രൊഡക്റ്റ് ആണ് കാഥോഡിൽ ഉണ്ടാകുന്നത്? സോഡിയം മെറ്റൽ ആണ് ഇവിടെ ഉണ്ടാകുന്നത് കാഥോഡിൽ കേട്ടോ. ഓക്കെ, യെസ്. സോറി ഈ ക്വസ്റ്റ്യനിൽ ഉണ്ടോ? ക്വസ്റ്റ്യൻ വായിക്കാൻ പോരുത് കേട്ടോ. അപ്പൊ സാറിന് മിസ്റ്റേക്ക് പറ്റിയാൽ നിങ്ങൾക്കും പറ്റും. എന്താണ് സോഡിയം ക്ലോറൈഡ് സൊല്യൂഷനിന്റെ കാഥോഡിൽ എന്താണ് എന്നാണ് ചോദിച്ചത്. അപ്പൊ ഇതുവരെ പറഞ്ഞൊക്കെ മോൾട്ടൺ NaCl പറ്റിയിട്ടാണ്. അപ്പൊ താഴത്തെ ചോദ്യം എന്താണ് നോക്കിക്കേ. ഇവിടെ കാഥോഡ്, ഇവിടെ ആ ചോദ്യത്തിൽ മലയാളത്തിൽ ആ ഒരു സംഭവം അവിടെ കൊടുത്തിട്ടില്ല. എന്തായാലും സാർ പറയും, പ്രിന്റിംഗ് മിസ്റ്റേക്ക് ആയിരിക്കും. ഇവിടെ പറഞ്ഞിട്ടുള്ളത് സോഡിയം ക്ലോറൈഡ് സൊല്യൂഷൻ ലായനിയാകുമ്പോൾ അവിടുത്തെ കാഥോഡിൽ ഉണ്ടാവാറാണ് സോഡിയം അല്ല, അതിന് പകരം ഹൈഡ്രജൻ ഗ്യാസ് ആണ്. അതാണ് അവിടുത്തെ വ്യത്യാസം. ഉരുകിയ NaCl-ഉം അതേപോലെ തന്നെ NaCl ലായനിയും തമ്മിലുള്ള വ്യത്യാസം എന്താ? രണ്ടിന്റെയും കാഥോഡിലുള്ളതാണ് വ്യത്യാസം. ആനോഡ് സെയിമാ, ക്ലോറിൻ. എന്നാൽ കാഥോഡില് മോൾട്ടൺ NaCl ആകുമ്പോൾ സോഡിയം ആണ് കിട്ടുന്നതെങ്കിൽ NaCl സൊല്യൂഷൻ ആകുമ്പോൾ ഹൈഡ്രജൻ ഗ്യാസ് ആണ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ് മക്കളെ. എന്താണ് സ്ട്രക്ചറൽ ഫോർമുല ഓഫ് ആൻ ഓർഗാനിക് കോമ്പൗണ്ട് ആർ ഗിവൺ ബിലോ. ഒരു ഓർഗാനിക് കോമ്പൗണ്ടിനെ നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, എന്നിട്ട് പറയാണ് നമ്പർ ഓഫ് കാർബൺ ആറ്റം പ്രസന്റ് ഇൻ മെയിൻ ചെയിൻ. ഇതിലെ നീളം കൂടിയ കാർബൺ ചെയിനിൽ എത്ര ആറ്റം ഉണ്ട്? എണ്ണി നോക്കണം മക്കളെ. ഇത് സിമ്പിൾ ആണ്. നോക്കുക, 1 2 3 4 5 6 അല്ലെ, 6 എണ്ണാണുള്ളത്. ഓക്കെ, 1 2 3 4 5 6. ഇവിടെ ഈ മലയാളം എഴുത്തിലെ കോമ്പൗണ്ടും ഇംഗ്ലീഷ് എഴുത്തിലെ കോമ്പൗണ്ടും ചെറിയ പൊസിഷനിൽ മാറ്റം ഉണ്ട് കേട്ടോ. ഓക്കെ, എന്തായാലും 2ൽ 6 ആണ് ഇവിടുത്തെ എന്തുള്ളത്? ഇവിടുത്തെ മെയിൻ ചെയിനിലുള്ള ഇതിന്റെ എണ്ണം. അപ്പൊ മെയിൻ ചെയിനിലുള്ള എന്താണ് ഈ കാർബണിന്റെ എണ്ണം ചോദിക്കാറുണ്ട്. നിങ്ങളോട് ഒരിക്കലും ഒറ്റയടിക്ക് പേരിടാനല്ല പറയാ അധികം ഉണ്ടാവുക. ഇങ്ങനെ ഒരു കോമ്പൗണ്ട് എന്നിട്ട് അതിനങ്ങനെ മുറിച്ച് ചോദിക്കുക ചെയ്യാം. ഓക്കെ, ഇനി എന്താ അടുത്തത്? ഇതിന്റെ നെയിം, ബ്രാഞ്ചിന്റെ പേര് എഴുതാൻ. മക്കളെ, മെയിൻ ചെയിൻ നമ്മൾ സെലക്ട് ചെയ്തു. ഏതാ മെയിൻ ചെയിൻ എന്ന് പറഞ്ഞാൽ ഇതാണ് മെയിൻ ചെയിൻ. അപ്പൊ ആരാ ബ്രാഞ്ച്? അതിലല്ലാത്തതാ ഇവനാണ് ബ്രാഞ്ച്. ബ്രാഞ്ചിന്റെ പേരെന്താ? ശാഖയുടെ പേരെന്താ? ഒരു കാർബണുള്ള ശാഖ, മീഥൈൽ. പിന്നെന്താ ചോദിച്ചത്? IUPAC നെയിം ഓഫ് ദിസ് കോമ്പൗണ്ട്. ഇതിന്റെ IUPAC നെയിം മക്കളെ, ഈ ഒരു കോമ്പൗണ്ട് ആണ് പരിഗണിക്കുന്നതെങ്കിൽ ഇത് ഈ മീഥൈൽ ശാഖയുള്ളത് ഈ കാർബണിലാണ്. ഈ കാർബൺ ഇങ്ങോട്ട് എണ്ണുമ്പോൾ വലിയ സ്ഥാനാണ്, പക്ഷെ ഇങ്ങോട്ട് എണ്ണുമ്പോൾ ചെറിയ സ്ഥാനാണ്. 1 രണ്ടാമത്തെ സ്ഥാനത്താണ്. അപ്പോൾ അതിന്റെ പേരെങ്ങനെ വരിക? രണ്ടാമത്തെ സ്ഥാനത്ത് മീഥൈൽ ശാഖ വന്നിട്ടുള്ള എന്താണടാ 6 കാർബണുള്ള ഹെക്സൈൻ ആണ്. 2-methyl hexane. ഓക്കെ, സെറ്റ്. ഇനി എന്താ അടുത്തത്? What is the IUPAC name of the compound formed if the branch of the above compound is replaced by the functional group OH? നല്ല ക്വസ്റ്റ്യൻ അല്ലേ? ഓക്കെ, അവർ ചോദിക്കുകയാണ് ഈ സംയുക്തത്തിന്റെ ശാഖക്ക് പകരം OH ആണ് വന്നിട്ടുള്ളതെങ്കിൽ അതിന്റെ പേരെന്താ? നമുക്ക് വരച്ചു നോക്കുക. ശാഖക്ക് പകരം എന്ന് പറഞ്ഞാൽ ഇതിവിടെ വേണ്ട, അതിന് പകരം OH വന്നു എന്നാണ് അവർ പറയുന്നത്. ഓക്കെ, വരയ്ക്കേണ്ട ആവശ്യമില്ല, അല്ലാതെ തന്നെ നിങ്ങൾക്ക് കിട്ടും. എന്തായാലും നമുക്ക് അതിനെ ഒന്ന് വരച്ചു നോക്കാം. CH3 CH2 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 CHOH CH3. ഓക്കെ, എന്താ പേര്? 6 കാർബൺ ഉണ്ട്, ഹെക്സ് ആണ്. അതിൽ സിംഗിൾ ബോണ്ടുകളാണ്, AN ആണ്. അതിൽ രണ്ടാമത്തെ കാർബണിൽ OH ഉണ്ട്, ഓൾ ഉണ്ട്. ഹെക്സാൻ 2 ഓൾ എന്നോ 2 ഹെക്സനോൾ എന്നോ എഴുതിയാൽ ശരിയാണ്. മക്കളെ, മലയാളം മീഡിയം കുട്ടികൾക്ക് ഇതാ ഇവിടെ തന്നിട്ടുള്ള കോമ്പൗണ്ടിൽ ഈ ബ്രാഞ്ച് കൊടുത്തിട്ടുള്ളത് 3ാമത്തെ കാർബണിലാണ്. അതുകൊണ്ട് നിങ്ങൾ എഴുതുമ്പോൾ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് ഈ IUPAC നെയിം എഴുതുമ്പോൾ അതുവരെയുള്ള ആൻസർ ഒന്നും കുഴപ്പമില്ല. നിങ്ങൾ എന്ത് ചെയ്യുക? 3-methyl എന്നായി മാറും കേട്ടോ. 2-methyl എന്നുള്ളത് എന്തായി മാറും? 3-methyl ഹെക്സൈൻ എന്നായി മാറും കേട്ടോ. ഹെക്സൈൻ. അതേപോലെ തന്നെ ഇവിടുത്തെ ആൻസർ എന്താ? ഇതിന് പകരം OH കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ ആൻസർ എന്താ വരിക? ഹെക്സാൻ 3 ഓൾ എന്നാണ് വരിക കേട്ടോ. ഓക്കെ, രണ്ടും കോമ്പൗണ്ട് അങ്ങോട്ട് മാറിപ്പോയതായിരിക്കാം. എനിവേ, അടുത്ത നോക്കടാ. കെമിക്കൽ ഫോർമുല ഓഫ് 2 ഡിഫറെന്റ് ഓക്സൈഡ്. 2 ഡിഫറെന്റ് ഓക്സൈഡിന്റെ, ഇരുമ്പിന്റെ 2 ഓക്സൈഡിന്റെ കെമിക്കൽ ഫോർമുല തന്നിട്ടുണ്ട്.
ഇരുമ്പിന്റെ അറ്റോമിക് നമ്പർ തന്നിട്ടുണ്ട് 26 ഓക്കെ. എന്നിട്ട് പറയാണ് ഓക്സിജന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് തന്നിട്ടുണ്ട് -2. നമുക്ക് ആവശ്യമുള്ള സാധനമൊക്കെ തന്നിട്ടുണ്ട്. ഒരു ഓക്സൈഡ് തന്നിട്ടുള്ള FeO, മറ്റൊരു ഓക്സൈഡ് തന്നിട്ടുള്ള Fe2O3. എന്നിട്ട് ചോദ്യത്തിലേക്ക് കൊടുക്കാം. വിച്ച് കോമ്പൗണ്ട് അയൺ ഷോ +2 ഓക്സിഡേഷൻ സ്റ്റേറ്റ്? ഈ രണ്ട് സംയുക്തത്തിൽ ഏതിലാണ് ഇരുമ്പ് +2 കാണിക്കുന്നത് ചാർജ്? അപ്പൊ രണ്ടിന്റെയും ഇത് കണ്ടുപിടിച്ച് നോക്കുക. നോക്ക് മക്കളെ, ആദ്യത്തെ FeO ഓക്സിജന്റെ തന്നുണ്ട് -2. നമുക്കറിയാം കൂട്ടിയാ 0 കിട്ടണം. അപ്പൊ ഇവിടെ എക്സ് ഇടാം, എല്ലാം തന്നെ അറിയത് +2 ആണെന്നുള്ളത്. എനിവേ അപ്പോൾ ഒരു ഓക്സിജൻ ഉള്ളൂ, അപ്പോൾ ഒരു എക്സും പ്ലസ് ഒരു ഓക്സിജൻ ആയതുകൊണ്ട് ഒരു -2 = 0. അപ്പൊ x = എന്ത് കിട്ടി? -2. x = എന്ത് കിട്ടി? +2. അപ്പൊ ഈ ഒരു കോമ്പൗണ്ടിൽ ഇരുമ്പിന്റെ ചാർജ് എന്താ? +2 ആണ്. അപ്പൊ ഇരുമ്പിന്റെ ചാർജ് +2 കാണിക്കുന്നത് FeOil ആണ്. ഇനി Fe2O3 വേണമെങ്കിൽ കണ്ടുപിടിക്കാം. Fe2O3 കണ്ടോ, ഓക്സിജന്റെ ചാർജ് -2, ഇത് x ഇടുക, അറിയില്ല. 2 ഇരുമ്പുണ്ട്, അപ്പൊ 2x. 3 -2 ഉണ്ട്, 3 - 2 പറഞ്ഞാൽ -6, ഇത് = 0. ഓക്കെ. ഇനി അപ്പൊ 2x = +6 എന്നായി. അപ്പൊ x = +6 ഡിവൈഡഡ് ബൈ 2 = +3 എന്നായി. സാർ ഇവിടെ ഇത് ചെയ്യാൻ പഠിപ്പിക്കല്ലോ കേട്ടോ, അതൊക്കെ നിങ്ങൾ പഠിച്ചിരിക്കണം. ഇതൊക്കെ സാർ ഇത് ഇങ്ങനെയുള്ള ചോദ്യം വന്നാൽ എങ്ങനെ അറ്റൻഡ് ചെയ്യുന്നു മാത്രമാണ് ഇവിടെ കാണിച്ചു തരുന്നത് കേട്ടോ മക്കളെ. ഓക്കെ. അപ്പൊ ഇവിടുത്തെ ചാർജ് എന്താ? +3 ആണ്. അപ്പൊ ഇതിലുള്ള ഇരുമ്പിന്റെ രൂപം എന്താണ്? Fe+3 ആണ്. ഇനി എന്താ ചോദിച്ചത്? റൈറ്റ് ദ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് Fe. യെസ്, സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് Fe. ഇരുമ്പിന്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാലോ. നമ്മൾ ഇരുമ്പിന്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ Fe26 എങ്ങനെ എഴുതാ? 1s2, 2s2, പിന്നെ 2p6, പിന്നെ 3s2, പിന്നെ 3p6, പിന്നെ 3d ഞാൻ അവിടെ ഇട്ട് വെക്കുന്നു, കാരണം അത് ഫില്ല് ചെയ്യാനായിട്ടില്ല. 4s2, പിന്നെ 3d6. ഇനി ഒരു കുട്ടിക്ക് ഡൗട്ട്, സാറേ 4s2 3d6 ഇങ്ങനെ എഴുതിയാൽ കുഴപ്പമുണ്ടോ? കുഴപ്പമില്ല, അതും ശരിയാണ് ഇതും ശരിയാണ്, അതിൽ ഏതെങ്കിലും നിങ്ങൾ എഴുതിയാൽ മതി. ചിലപ്പോൾ ടീച്ചർമാർ ഇങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് പ്രശ്നമല്ല. ശരിക്കും ഇങ്ങനെ എഴുതലാണ് വൃത്തി, ഈ മേലുള്ള പോലെ എഴുതലാണ് വൃത്തി. ഓക്കെ. അപ്പൊ Fന്റെ എഴുതി കഴിഞ്ഞു കേട്ടോ. ഇനി എന്താ? വൈ ഡസ് അയൺ ഷോ വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്? ഇരുമ്പ് എന്തുകൊണ്ടാണ് വ്യത്യസ്ത ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കാനുള്ള കാരണം? ഇരുമ്പ് എന്തുകൊണ്ടാണ് വ്യത്യസ്ത ഓക്സീകരണം കാണിക്കാനുള്ള കാരണം? മറ്റൊന്നുമല്ല, ഇരുമ്പ് എന്താണ്? ഡി ബ്ലോക്ക് മൂലകമായതുകൊണ്ട്. കാരണം ഡി ബ്ലോക്ക് മൂലകല്ലേ, ഇരുമ്പ് ഡി ബ്ലോക്ക് എലമെന്റ് ആയതുകൊണ്ട്, ഡി ബ്ലോക്ക് എലമെന്റ് അല്ലെ ഡി ബ്ലോക്ക് മൂലകമായതുകൊണ്ട്. റെഡി? ഇനി എന്താണടാ? യെസ്, ഇതിന്റെ ഉത്തരാണ് അല്ലേ. അടുത്ത ചോദ്യം എന്താ? റൈറ്റ് അനദർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ ബ്ലോക്ക് ഇൻ വിച്ച് അയൺ ഇൻക്ലൂഡ്. ഇരുമ്പ് ഉൾപ്പെട്ട പിന്നെ ബ്ലോക്കിന്റെ വേറെ ഏതെങ്കിലും പ്രത്യേകത പറ. നിറമുള്ള സംയുക്തങ്ങൾ തരുന്നു. വ്യത്യസ്ത ഓക്സീകരണാവസ്ഥ ഇവിടെ ഓൾറെഡി പറഞ്ഞു, അപ്പൊ അത് എഴുതാൻ പറ്റൂലല്ലോ. അപ്പൊ നിറമുള്ള സംയുക്തങ്ങൾ തരുന്നു, എല്ലാവരും ലോഹങ്ങളാണ്. ഇങ്ങനെ തുടങ്ങിയിട്ട് നിങ്ങൾക്ക് എത്ര ഇത് എഴുതാം അല്ലെ. പിന്നെന്താണ്? എല്ലാവരും പോസിറ്റീവ് ഓക്സീകരണാവസ്ഥ കാണിക്കുന്നു, പ്ലസ് ചാർജ് കാണിക്കുന്നു. ഇത് നിങ്ങൾക്ക് എഴുതാം. റെഡി? അപ്പൊ മക്കളെ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. 19ാമത്തെ ചോദ്യം നോക്കടാ മക്കളെ. ഈ ഇക്വേഷൻ നിങ്ങൾക്ക് ഇക്വിലിബ്രിയത്തിൽ നിന്ന് ചോദിക്കുന്ന കുറച്ച് ഇക്വേഷൻസ് ഉണ്ട്. ഒന്ന് അമോണിയന്റെ N2 + 3H2 gives 2NH3. ഒന്ന് ഈ 2SO2 + O2 gives 2SO3. പിന്നെ NO2 വെച്ചിട്ടുള്ള വേറെ ചോദ്യങ്ങളാണ് ഇതുവരെ കണ്ടിട്ട് വന്നിട്ടുള്ളത്. എനിവേ അതിൽ ഇതും അമോണിയന്റെ ആണ് ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളത്. ഈ ഒരു ഇതിൽ പ്രഷർ കൂട്ടി നമ്മളോട് ചോദിച്ചത് എന്താണ് ഫോർവേഡ് റിയാക്ഷൻ എന്ത് സംഭവിക്കും? അത് പ്രത്യേകം നോക്കണം കേട്ടോ. പുരോപ്രവർത്തനത്തിന് എന്ത് സംഭവിക്കും മക്കളെ? പ്രഷർ കൂട്ടി എന്നാ പറഞ്ഞത്. മക്കൾ പറയടാ, പ്രഷർ കൂട്ടിയാൽ, ഇതിൽ പ്രഷർ മർദ്ദം കൂട്ടിയാൽ എന്താ? മർദ്ദം കൂട്ടിക്കഴിഞ്ഞാൽ എണ്ണം കുറയ്ക്കാനാണ് നോക്കേണ്ടത്. അപ്പൊ ഇവിടെ നോക്ക്, ഇവിടെ 2 SO2ഉം 1 O2ഉം മൊത്തം 3 തന്മാത്രകളുണ്ട്. ഇനി ഇവിടെയോ 2 SO2 മാത്രമാണ്, ഇവിടെ 2 ആണുള്ളത്. അപ്പൊ എണ്ണം കുറവ് എവിടെയാണ്? ഉൽപ്പന്നത്തിലാണ്, പ്രൊഡക്റ്റിലാണ്. അപ്പൊ മർദ്ദം കൂടുമ്പോൾ എണ്ണം കുറഞ്ഞ സ്ഥലത്തേക്കാണ് പോകേണ്ടത്. അപ്പൊ ഇങ്ങോട്ട് പോകണം. അതായത് പുരോപ്രവർത്തനം എന്ത് ചെയ്യും? ഫോർവേഡ് റിയാക്ഷൻ എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. കാരണം അങ്ങോട്ട് പോകണം, എണ്ണം കുറഞ്ഞെടുത്തേക്കാ പോകേണ്ടത്. പുരോപ്രവർത്തനം കൂടും എന്ന് എഴുതി വെക്കുക. പുരോപ്രവർത്തനം കൂടും, നിരക്ക് കൂടും. SO3 ഫോംഡ് ഈസ് റിമൂവ്ഡ്. അതായത് ഉണ്ടാകുന്ന SO3 ഒക്കെ അവിടുന്ന് ഒഴിവാക്കിക്കൊണ്ടേ നിൽക്കുകയാണ്. അപ്പൊ എന്താ ചെയ്യുക? വീണ്ടും SO3 വീണ്ടും ഉണ്ടാക്കാൻ ശ്രമിക്കും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? രണ്ടാമത്തേൽ നമുക്ക് പറയാം ഫോർവേഡ് റിയാക്ഷൻ ഇൻക്രീസസ്, അല്ലെങ്കിൽ പുരോപ്രവർത്തനം കൂടുന്നു. ടെമ്പറേച്ചർ ഓഫ് ദ സിസ്റ്റം ഈസ് റെഡ്യൂസ്ഡ്. താപനില കുറയ്ക്കുന്നു എന്നാ പറഞ്ഞത്. ടെമ്പറേച്ചർ കുറച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത് മക്കളെ? നിങ്ങൾക്ക് എൻഡോതെർമിക് എക്സോതെർമിക് വേണമെങ്കിൽ വെച്ച് അങ്ങനെ എഴുതാം. ടെമ്പറേച്ചർ കുറച്ചാൽ ശരിക്കും എക്സോതെർമിക് ഏതാണോ അത് കൂടും എന്നാണ് നമ്മൾ പറയേണ്ടത്. ഇവിടെ ശരിക്കും ഇങ്ങോട്ട് പോകുമ്പോൾ ഹീറ്റിനെ ലിബറേറ്റ് ചെയ്യുന്നു, പുറത്തേക്ക് തള്ളുന്നു. അതുകൊണ്ട് ഇതാണ് എക്സോതെർമിക്. ഇതെന്താണ്? അപ്പോൾ അതിന്റെ ഓപ്പോസിറ്റ് ഇത് എൻഡോതെർമിക് ആവും. ഈ എൻഡോ കണ്ടുപിടിക്കാൻ കഴിയാത്ത കുട്ടികൾക്ക് സാറൊരു ഐഡിയ പറഞ്ഞുതരാം. താപനില കുറച്ചാൽ, ചൂട് കുറഞ്ഞാൽ നല്ല തണുപ്പ് എന്നർത്ഥം. അപ്പൊ ചൂടുള്ളവർക്ക് പോകണം. ഇവിടെ എവിടെ ചൂടുള്ളത്? ഈ ഭാഗത്ത് ചൂടുണ്ട്.
അപ്പൊ അങ്ങോട്ട് പോകണം. അപ്പൊ പുരോപ്രവർത്തനമാണ് വേഗത്തിൽ നടക്കുക. ഇനി നേരെ മറിച്ച് ടെമ്പറേച്ചർ കൂട്ടി, താപനില കൂട്ടി, അപ്പൊ ചൂട് കൂടി, ചൂടുണ്ടാകുമ്പോൾ പിന്നെയും ചൂടുള്ളിടത്തേക്ക് പോകരുത്. അപ്പൊ ഹീറ്റ് ഇല്ലാത്ത സ്ഥലത്തേക്ക് പോവുക. ഇവിടെ ഹീറ്റ് ഇല്ല, അപ്പൊ ഈ ഭാഗത്തേക്ക് വരിക. അങ്ങനെ ഒരു ഐഡിയ മനസ്സിൽ വെച്ചോ, എൻഡോ എക്സോ കാണാൻ കഴിയാത്തവർക്ക്. ഇനി ടെമ്പറേച്ചർ കുറഞ്ഞാൽ എക്സോതെർമിക് കൂടുമ്പോഴത്തെ എക്സോതെർമിക് ഏതെന്നാണ്? ഫോർവേഡ് റിയാക്ഷൻ തന്നെയാണ്. അതുകൊണ്ട് ഫോർവേഡ് റിയാക്ഷൻ കൂടും, പുരോപ്രവർത്തനം കൂടും എന്ന് എഴുതി വെക്കുക. ഫോർവേഡ് റിയാക്ഷൻ കൂടുന്നു. ഇനി സ്യൂട്ടബിൾ കാറ്റലിസ്റ്റ് ഈസ് യൂസ്ഡ്. സ്യൂട്ടബിൾ കാറ്റലിസ്റ്റ്, ഒരു ഉൽപ്രേരകം ചേർത്തു. ഉൽപ്രേരകം ചേർത്താൽ എന്താ സംഭവിക്കുക മക്കളെ? നോക്കിക്കേ നമ്മളോട് ഇവിടെ പറഞ്ഞിട്ടുണ്ട് എന്താണ്? അറ്റ് ഗിവൺ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇക്വിലിബ്രിയത്തിലാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് മക്കളെ. സന്തുലനാവസ്ഥയിലാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സന്തുലനാവസ്ഥയിലിരിക്കെ നമ്മൾ എന്ത് ചെയ്യാണ്? നമ്മൾ കാറ്റലിസ്റ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ, ഉൽപ്രേരകം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് പുരോപ്രവർത്തനവും പശ്ചാത് പ്രവർത്തനവും ഒരുപോലെ കൂട്ടും. ഓക്കെ, അതായത് പിന്നെ ഫോർവേഡ് റിയാക്ഷനും ബാക്ക്വേർഡ് റിയാക്ഷനും സൈമൾട്ടേനിയസ്ലി ഇൻക്രീസ് ചെയ്യും. പക്ഷെ നമ്മളോട് ഇവിടെ ക്വസ്റ്റ്യനിൽ ഫോർവേഡ് റിയാക്ഷൻ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ ഇൻക്രീസ് ചെയ്യുന്ന എഴുതി വെക്കുക. ബാക്ക്വേർഡ് റിയാക്ഷൻ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, പക്ഷെ ഫോർവേഡ് റിയാക്ഷൻ മാത്രമേ നമ്മളോട് ചോദിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് എന്താണ്? ഇൻക്രീസസ് എന്ന് എഴുതി വെച്ചാൽ മതി. ഓക്കെ, പുരോപ്രവർത്തനം കൂടുന്നു എന്ന് എഴുതി വെച്ചാൽ മതി. അപ്പൊ ആരാണ് ഇവിടുത്തെ കാറ്റലിസ്റ്റ്? V2O5 ആണ് കേട്ടോ. വനേഡിയം പെന്റോക്സൈഡ് ആണ് ഇവിടുത്തെ കാറ്റലിസ്റ്റ് കേട്ടോ മക്കളെ വരുന്നത്. ഓക്കെ, ഈ സൾഫ്യൂരിക് ആസിഡിന്റെ നിർമ്മാണത്തിലുള്ള ഒരു ഇക്വേഷൻ ആണിത്. അതിലുള്ള പേരെന്താ? കോണ്ടാക്ട് പ്രോസസ്, സമ്പർക്ക പ്രക്രിയ. ഓക്കെ, അമോണിയന്റെ നിർമ്മാണത്തിന്റെ പേരെന്താ? ഓക്കെ, ഹൈബർ പ്രോസസ്. ഈ അലൂമിനിയത്തിന്റെ നിർമ്മാണത്തിന്റെ പേരെന്താ? ഹാൾ ഹെറാൾട്ട് പ്രക്രിയ. അവസാനമായ ഒരു ചോദ്യം കൂടി സാർ ചെയ്യുന്നു. ദ മോളിക്യുലാർ മാസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് 44. തന്നിട്ടുണ്ട്. കാർബൺ ഡൈ ഓക്സൈഡിന്റെ തന്മാത്രാ ഭാരം 44 ആണ്. 1 ഗ്രാം തന്മാത്രാ ഭാരം എന്താണ്? അതായത് 1 GMM എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, എന്താണ് 1 GMM എന്ന് ചോദിച്ചാൽ മക്കളെ ഗ്രാം മോളിക്യുലാർ മാസ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. എന്താണെന്നാ ചോദിച്ചത്, എത്രയാണെന്ന് ചോദിച്ചില്ല. എന്താ ചോദിച്ചാൽ എന്താ? മോളിക്യുലാർ മാസ് എക്സ്പ്രസ്ഡ് ഇൻ ഗ്രാം. മോളിക്യുലാർ മാസിനെ ഗ്രാമിൽ പറയുന്നതാണ്. ഓക്കെ, അതാണ് ഗ്രാം മോളിക്യുലാർ മാസ്. ഇനി 1 GMM ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് അപ്പൊ എത്രയാണ്? സാറ് പറഞ്ഞു നേരത്തെ തന്നത് എന്താ? മോളിക്യുലാർ മാസ് തന്നത് 44 ആണെങ്കിൽ അതിന്റെ GMM കാണാൻ പറഞ്ഞാൽ 44 ഗ്രാം കഴിഞ്ഞ് 1 GMM. ഫൈൻഡ് ദ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഇൻ 1 GMM കാർബൺ ഡൈ ഓക്സൈഡ്. നേരത്തെ ചെയ്തതാണ്. ഓക്കെ, 1 GMM എന്ന് പറയുമ്പോൾ സാറ് പറഞ്ഞു അതിനർത്ഥം എന്താണ്? അത് 1 മോളാണ്. 1 GMM എന്ന് പറഞ്ഞാൽ 1 മോളാണ്. അതിനർത്ഥം 6.022 × 10⁻23 എണ്ണം ഉണ്ടായിരിക്കും. ഓക്കെ, ഇനി എന്താണ്ടാ? ഹൗ മെനി മോൾ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്? 2 ഗ്രാം. ഇന്നലെ വളരെ കൃത്യമായി പറഞ്ഞു ഇത് എങ്ങനെ ചെയ്യാന്നുള്ളത്. 220 ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടെങ്കിൽ അതിൽ എത്ര മോൾ ഉണ്ട്, എത്ര മോൾ മോളിക്യൂൾ ഉണ്ട് എന്നാണ് ചോദിച്ചത്. എത്ര മോൾ തന്മാത്ര ഉണ്ട് 220 ഗ്രാമില്? മക്കളെ ചെയ്യാം, ഇവിടെ ചെയ്യാട്ടോ സാറ്. തന്ന മാസിനെ നമ്മൾ മോളിക്യുലാർ മാസ് കൊണ്ട് അവിടെ തന്നിട്ടുണ്ടല്ലോ, നമ്മൾ ഡിവൈഡ് ചെയ്താൽ ഇവിടെ കിട്ടും 5 മോൾ എന്ന് കിട്ടും. 5 മോൾ. ഓക്കെ, ഇത് എത്ര തന്മാത്ര ഉണ്ട് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിലോ നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? 5 ഗുണിക്കണം അവഗേഡ്രോ നമ്പർ ചെയ്യുക. ഇത് എത്രയാണ് ഇതിന്റെ വ്യാപ്തം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിലോ 5 ഗുണിക്കണം 22.4 = 112 ലിറ്റർ എന്ന് ചെയ്യാം. എങ്ങനെയും വരാം. ഓക്കെ, അപ്പോ ഹൈ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ഈ സെയിം ക്വസ്റ്റ്യൻ എന്നല്ല സാർ ഉദ്ദേശിക്കുന്നത്. പക്ഷെ ഈ സെയിം പാറ്റേൺ, ഈ സെയിം ഏരിയകൾ നോക്കാതെ നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ എക്സാമിന് പോകരുത്. ഇന്നത്തെ ലൈവിൽ നിങ്ങളത് ഒരുപാട് ഇങ്ങനത്തെ ചോദ്യങ്ങളുമായി സാറും മിസ്സും വരുമ്പോൾ നിങ്ങൾ എല്ലാവരും അവിടെ വേണം. നിങ്ങളുടെ കമന്റ് ബോക്സിൽ നിങ്ങളുടെ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഇത് നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് തന്നിട്ടുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചാമ്പിക്കോ. ഉറപ്പാണ് എനിക്ക് നാളെ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഇപ്പോൾ കാര്യമായി നോക്കുന്നവർക്ക് നാളെ ഒരു ചിരിക്കാനുള്ള അവസരം ഉണ്ടായിരിക്കും. ഉറപ്പാണ്. അത് സന്തോഷത്തിന്റെ ചിരിയായിരിക്കും, ഒരിക്കലും അത് സങ്കടത്തിന്റെ ചിരിയായിരിക്കില്ല എന്നും എനിക്ക് ഉറപ്പാണ്. സോ ഓൾ ദ ബെസ്റ്റ് മക്കളെ. ഇന്ന് ലൈവിൽ നിങ്ങൾ എല്ലാവരും പ്രതീക്ഷിക്കുന്നു. എല്ലാ കൂട്ടുകാരുമായിട്ട് അവിടെ കാണാം.